അതായത് ഒരു സ്ഥലത്തിന്റെ ഒരു പർട്ടിക്കുലർ ഡിഗ്രിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുന്ന അല്ല ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് വരുന്നത്. അതെന്ന് പറയുന്നത് അവിടുത്തെ വിൻഡ് ലോഡ് അങ്ങനെയുള്ള കുറെ ഘടകങ്ങൾ ഇതിനെ ബന്ധിപ്പിച്ചിരിക്കും. കാരണം ഈ പറഞ്ഞേക്കുന്ന സ്ട്രക്ചറിനെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരത്ത് കുറെ ഘടകങ്ങൾ വരും. ഈ സ്ട്രക്ചർ അതായത് ഈ ലൊക്കേഷൻ ഏത് തരത്തിലുള്ള ലൊക്കേഷൻ ആണ്, ഇപ്പം കടലുമായിട്ട് അടുത്ത് നിൽക്കുന്ന ലൊക്കേഷൻ ആണോ, അല്ലെങ്കിൽ കാറ്റ് ഒരുപാട് വരുന്ന ലൊക്കേഷൻ ആണോ, എത്ര നിലയുള്ള കെട്ടിടമാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ സ്ട്രക്ചറിന്റെ കാര്യത്തിൽ നമ്മൾ ഡിസൈനിന്റെ കാര്യത്തിൽ എടുക്കും. ഞാനിതെല്ലാം ഒരു ജസ്റ്റ് ഒരു ത്രെഡ് ഇടുവാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കിന് ഞാൻ ബാക്കി പറയാം, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും, ഒന്നും മനസ്സിലാകത്തില്ല. ഞാൻ ഓരോരോ ത്രെഡ് ഇടാം. അപ്പൊ അതിനനുസരിച്ച് ഒരു ഇന്ററാക്റ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോഴത്തേക്കിന് അതിനകത്ത് ഒരു ക്ലാരിഫി, ഞാൻ ചുമ്മാ ത്രെഡ് ഇടുന്നതേ ഉള്ളൂ. അപ്പം സ്ട്രക്ചറിനകത്തിൽ അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. കുറെ ക്രൈറ്റീരിയകൾ നമ്മൾ എടുക്കും, കുറെ ഘടകങ്ങൾ എടുക്കും നമ്മൾ, കുറെ നെഗറ്റീവ്. കാരണം ഒരു 25 വർഷം മുന്നിൽ കണ്ടിട്ടായിരിക്കും നമ്മൾ ഒരു സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യുന്നത്. അല്ലാതെ ഒരു പാനൽ അന്നേരം ഇരുന്ന് പോവാന്നല്ല, ഒരു 25 വർഷം കഴിയുമ്പം ആ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കുമെന്ന് മനസ്സിൽ കണ്ടിട്ടായിരിക്കും നമ്മൾ അതിന്റെ ഒരു ഡിസൈനിലോട്ട് പോകുന്നത്. അപ്പം അതിൽ കുറെ ഘടകങ്ങളാണ്. പ്രധാന ഘടകമാണ് ഒന്ന് കാറ്റ്, രണ്ട് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏത് പ്രതലം, ഇപ്പം റൂഫാണോ അല്ലെങ്കിൽ നമ്മളുടെ ഇതാണോ, അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫാണോ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള റൂഫാണോ, ഓടിട്ടതാണോ, ഷീറ്റ് ഇട്ടതാണോ. അപ്പം നമുക്ക് പലതരത്തിലുള്ളതാണ് വരുന്നത്. അപ്പം ഇനിയും സ്ട്രക്ചറിനകത്തിൽ ഫേസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് കൂടെ പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്ന് ഞാൻ ബാക്കി അങ്ങോട്ട് കിടക്കാം. അതായത് നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന്, ഫ്ലാറ്റ് റൂഫിനകത്തിൽ ഡ്രില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അവിടെ ഭാവിയിൽ ചോർച്ച ഉണ്ടാകാം. അത് നമ്മൾ പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തില്ലെങ്കിൽ അത് ഭാവിയിൽ ചോർച്ച ഉണ്ടാകാം. അതിപ്പോ ഏറ്റവും കൂടുതൽ സോളാറിൽ വരാൻ പോകുന്ന ഒരു കംപ്ലൈന്റ് ഈ പറഞ്ഞ ഇതായിരിക്കാം. കാരണം ഇത്രയും ദ്വാരം അടച്ച് ആങ്കർ ബോൾട്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പം ചിലതൊക്കെ ചെയ്യുന്നത്. അത് കോൺക്രീറ്റ് ചെയ്യും. ആ കോൺക്രീറ്റ് പ്രോപ്പറായിട്ട് ഇതായിരിക്കത്തില്ല, ബോണ്ട് ചെയ്തിരിക്കത്തില്ല ഈ എക്സിസ്റ്റിംഗ് റൂഫുമായിട്ട്. അപ്പൊ അതുവഴിയെല്ലാം വെള്ളം കാലിച്ച് വന്ന് വീടിന് കാലിച്ച് വരാനുള്ള ചാൻസ് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഫ്ലാറ്റ് റൂഫിനകത്തിൽ അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. ഈ പറഞ്ഞ ഡ്രില്ല് ചെയ്യാൻ പാടില്ല. ഡ്രില്ല് ചെയ്താലും അത് പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ചെയ്യുന്നത് എല്ലാവരും ബ്ലോക്ക് കൊണ്ടുപോയിട്ട് അവിടെ ബ്ലോക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്ലോക്ക് വെച്ച് നമ്മൾ ബ്ലോക്ക് നേരത്തെ അത് ബിൽഡ് ചെയ്യല്ല, അവിടെ ഇട്ട് ബിൽഡ് ചെയ്ത് ആ ബ്ലോക്കിന് മണ്ടയ്ക്ക് സ്ട്രക്ചർ ഫ്ലാറ്റ് റൂഫിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് സ്പേസ് കുറവുള്ള ഫ്ലാറ്റ് റൂഫിലാണ് നമ്മൾ സാധാരണ രീതിയിൽ ഈ പറഞ്ഞേക്കുന്ന ഡ്രില്ല് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ടുവരുന്ന ഷീറ്റിന്റെ മണ്ടയ്ക്കാണ്. അപ്പൊ ഷീറ്റിന്റെ മണ്ടയ്ക്ക് റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ ആ ഒരു ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്ലിനേഷൻ നമ്മൾ ഒരു 32-35 ഡിഗ്രിയാണ് ഒരു ഷീറ്റ് സാധാരണ രീതിയിൽ ഒരു 35 തൊട്ട് 40 വരെയാണ് അതിന്റെ ഒരു ആംഗിൾ വരുന്നത്. നമ്മുടെ ഈ സാധാ വീട്ടിലെ ഡ്രസ്സൊക്കെ വരുന്നത്. അപ്പൊ ആ ഡ്രസ്സിന്റെ മണ്ടയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഡ്രസ്സിന്റെ മണ്ടയ്ക്ക് ചെയ്യാനായിട്ട് തന്നെ അലൂമിനിയം സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഉയർത്തി ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് കൊണ്ട്, താത്ത് വെച്ച് ചെയ്യുന്നതുകൊണ്ട്, ഒട്ടിക്കുന്ന ടൈപ്പ് സ്ട്രക്ചേഴ്സും ഉണ്ട്. പലതും ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഇന്നിപ്പം ഈ വരുന്നത്. അപ്പൊ അതിനകത്തിൽ ഞാനിപ്പം കണ്ടുവന്നൊരു കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 5 വർഷം മുമ്പ് അല്ല ഒരു 6 വർഷം മുമ്പ് വെച്ചൊരു സിസ്റ്റം, ഈ പറഞ്ഞ ടിൻ ഷീറ്റിന്റെ മണ്ടയ്ക്ക് വെച്ച സിസ്റ്റം, പാനൽസിൽ ഓൾമോസ്റ്റ് ഒരു 80% പാനൽസിനും കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. കാരണം ഹീറ്റിന്റെ ഒന്നാമത്തെ കാര്യം എയർ സർക്കുലേഷൻ ഇല്ല. മാത്രമല്ല ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു ഇരുമ്പ് തകിടായത് കൊണ്ട് ഒരു വശത്ത് ചൂടടിക്കുമ്പോൾ അതിനെ ഇത് ചെയ്യും, മൊത്തത്തിൽ അതിനെ ബാധിക്കും. അപ്പം പാനലിൽ നിന്നൊരു ഹീറ്റ്, പിന്നെ താഴെ നിന്നൊരു ഹീറ്റ്, എയറിന്റെ സർക്കുലേഷൻ ഇല്ല. അങ്ങനെ പാനലിന്റെ ലൈഫിനെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കൂടുതൽ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഇന്ത്യൻ പാനൽസിനകത്തിൽ ഓൾമോസ്റ്റ് ഒരു 80% അങ്ങനെ വെച്ച് അത് കംപ്ലൈന്റ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പൊ ഈ ഷീറ്റിനകത്തിൽ വന്നേക്കുന്ന ഒരു കംപ്ലൈന്റ് ഞാൻ കണ്ടേക്കുന്ന ഇതാണ്. പിന്നെ വരുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിന്റെ പുറത്ത് വരുന്നത്. അപ്പൊ ഓടിന്റെ പുറത്ത് വെച്ച് നമ്മൾ കാണണമെങ്കിൽ അതായത് ഈ പറഞ്ഞേക്കുന്ന ഫ്ലാറ്റ് കൂര മാതിരി ഇരിക്കുന്ന വീട്, അതിന്റെ മുകളിൽ നമ്മൾ ഓട് പാകിയേക്കുന്നു. ആ ഓടിന്റെ മുകളിൽ നമ്മൾ ചെയ്യണം. ഇപ്പം 3 രീതി വരെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഒന്ന് റെഡിമെയ്ഡ് സ്ട്രക്ചർ അത് മേടിക്കാൻ കിട്ടും. അതായത് ഈ ഓടിന്റെ അടിയിലുള്ള ഒന്നെങ്കിൽ
അത് ഒന്നെങ്കിൽ ഇതായിരിക്കും, അതായത് ഇരുമ്പായിരിക്കും, അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിരിക്കും. അതിലോട്ട് ഡ്രില്ല് ചെയ്ത് വെച്ചിട്ട് ഒരു ക്ലാമ്പാണ്, ഒരു സി മാതിരി ഒരു ക്ലാമ്പായിരിക്കും. അത് ഓടിൻ്റെ അടിയിലോട്ട് കയറ്റി വെച്ചിട്ട് ഓട് പഴയ മാതിരി തന്നെ ഇടും. അപ്പം നമ്മൾ ദൂരെ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓടിനോട് ചേർന്ന് തന്നെ ഇരിക്കും ഇത്, അതായത് ഓടിനോട് പറ്റി തന്നെ ഇരിക്കും. ആ ഒരു സെയിം ആംഗിളിൽ തന്നെ ഇതിരിക്കും. അങ്ങനെ സെയിം ആംഗിളിൽ തന്നെ പാനലിരിക്കും. അപ്പം നമുക്കാണെങ്കിൽ വലിയ റേസ് ചെയ്തതായിട്ട് വൃത്തികേട് വരത്തില്ല, വീടിന്റെ ഭംഗി പോവില്ല, ആർക്കിടെക്റ്റായിട്ടുള്ള ഇതൊന്നും വരത്തില്ല, വൃത്തികേടൊന്നും വരത്തില്ല, കാണാൻ നല്ല ഭംഗിയാണ്. അതിനും പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ. അതിന് പ്രധാനമായിട്ട് വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്ന് ഈ പറയുന്ന സാധനത്തിന്റെ അടിയിൽ ഈ പെരിച്ചാഴിയും മാരപ്പെട്ടിയൊക്കെ കയറിയിരിക്കും. എന്നിട്ട് ഈ വയറ് അടിച്ചു പറിക്കുക, വയറിനതിൽ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ എഫിഷ്യൻസിക്ക് അത് വലിയ ബാധകമായിട്ടുള്ള രീതിയിലുള്ള, ഈ ഷീറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിൽ ഇത് ചെയ്തില്ല. കാരണം ഞാൻ റിമോട്ട് മോണിറ്ററിങ് വെച്ചിട്ട് ഈ പറഞ്ഞേക്കുന്ന ഒരു 6 കണ്ടീഷനിലുള്ള സ്ട്രക്ചറിനെ മോണിറ്റർ ചെയ്തായിരുന്നു, റിമോട്ട് മോണിറ്ററിങ് വെച്ചിട്ട് ചെയ്തായിരുന്നു. അപ്പൊ അതിനകത്തിൽ വലിയ വേരിയേഷൻ ഒന്നും ഈ പറഞ്ഞേക്കുന്ന ഓടിന്റെ മണ്ടയ്ക്ക് ചെയ്തപ്പോഴത്തേക്കിനും നമുക്ക് കാണിച്ചില്ല. ഷീറ്റിന്റെ മണ്ടയ്ക്ക് നല്ല രീതിയിൽ കാണിച്ചു, പക്ഷെ ഓടിന്റെ മണ്ടയ്ക്ക് നമുക്ക് വലിയ രീതിയിൽ കാണിച്ചിട്ടില്ല. അത്യാവശ്യം എയർ സർക്കുലേഷനും ഉള്ള രീതിയിലാണ് നമ്മൾ ഒരു അരയടി പൊക്കത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഈ റെഡിമെയ്ഡ് സ്ട്രക്ചർ ഇട്ടാ ചെയ്തേക്കുന്നത്. അപ്പൊ അതിനകത്തിലും വലിയ എഫിഷ്യൻസിയിൽ ബാധില്ല. പക്ഷെ നമ്മൾ അവിടെ ഏറ്റവും ഫേസ് ചെയ്തൊരു വെല്ലുവിളി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ട്രക്ചർ ചെയ്യാത്ത കൊണ്ടും അവിടെ ഒരു വാക്ക് വേ, അതായത് മെയിൻ്റെനൻസിനായിട്ട് ഒരു വാക്ക് വേ, നമ്മൾ എല്ലാവരും പറയുന്നത് മെയിൻ്റെനൻസിന് വേണ്ടി നമ്മളൊരു വാക്ക് വേ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിൽ ചെയ്യുമ്പോഴത്തേക്കിനും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് പാനൽ ഹാൻഡിലിങ് അത് വലിയൊരു ഇമ്പോർട്ടൻ്റ്. അത് ചിലപ്പോൾ 1-2 പേര് പൊക്കിയെടുത്തായിരിക്കും ഇത് കയറ്റുന്നത്. അപ്പൊ ആ പാനലിൽ വരുന്ന ജെർക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുമ്പോൾ ഒലയുന്നത്, ഇതെല്ലാം ഭയങ്കരമായിട്ടും ഒരു ഫ്യൂച്ചറിനെ എഫക്ട്, അതായത് ഒരു 4 വർഷം കഴിയുമ്പോഴോ 3 വർഷം കഴിയുമ്പോഴോ ഇതിന്റെ കംപ്ലൈന്റ് കാണിച്ചു തുടങ്ങും സെല്ല്. കാരണം അത്രയ്ക്കും കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നെങ്കിൽ സ്കഫ് ഹോൾഡിങ്ങിലിട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നവർ കുറവാണ്. കാരണം അത് കോസ്റ്റ് എഫക്റ്റീവ്. ഒന്നാമതായിരുന്നപ്പോൾ കോസ്റ്റ് ഒരുപാട് താഴ്ന്നു കിടക്കുന്നതുകൊണ്ട് ആരും അങ്ങനെ സ്കഫ് ഹോൾഡിങ്ങും മറ്റുള്ള കാര്യങ്ങളൊന്നും വിടാതെ ഇതുവഴിയാണോ ആക്സസ് ഉള്ള അതുവഴി കയറി പിടിച്ച് 2 പേര്, കാരണം ഇങ്ങനെയുള്ള റൂഫിലൊക്കെ ഒന്നെങ്കിൽ ഒരു 4 പേരെങ്കിലും ഈ പാനലിലെ പിടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്കിനും അത് പാനൽ ഹാൻഡിലിംഗ് ആണ് അത് ഇത് ചെയ്യുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിനകത്തിലൊക്കെ പ്രധാനപ്പെട്ട വെല്ലുവിളി ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ ആർക്കിടെക്ട് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ചെയ്യുമ്പോഴത്തേക്കിനും എല്ലാം നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമാണ് ഫ്യൂച്ചറിലുള്ള മെയിൻ്റെനൻസ്. കാരണം ഇത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ഏരിയയിൽ വേറൊന്നും കാണില്ല, ഒരു വാക്ക് വേ പോലും കാണില്ല. കാരണം വാക്ക് വേ ചെറിയ രീതിയിലായിരിക്കും, അതിനെ ഒത്തിരി ഉയർത്തി ചെയ്യാനും പറ്റത്തില്ല, കാരണം വീടിന് വൃത്തികേടാകും. അപ്പൊ അങ്ങനെയുള്ള ഫ്യൂച്ചറിലുള്ള മെയിൻ്റെനൻസ്, നാളെ ഈ പാനൽ കംപ്ലൈന്റ് ആണെങ്കിൽ അത് ചെക്ക് ചെയ്യാനുള്ള ഇത്. പിന്നെ ഈ പറഞ്ഞേക്കുന്ന പാനലിൽ തമ്മിൽ ലൂപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ പുറകോട്ട് വലിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അത് അവിടെ കിടന്നിട്ട് അതിനകത്തിൽ വെള്ളം ഇറങ്ങി അത് പോകുന്നത് ഒരു കംപ്ലൈന്റ്. അങ്ങനെയുള്ള കുറെ കംപ്ലൈന്റുകൾ ഇതിനകത്തിൽ വരും. അപ്പൊ ഇതാണ് പൊതുവെ സ്ട്രക്ചറിന്റെ കാര്യത്തിലും വരുന്നത്. പാനൽ ഹാൻഡ്ലിങ്ങിന്റെ കാര്യത്തിലാകുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഇതിൽ പാനൽ ഹാൻഡ്ലിങ് പറയുമ്പോഴത്തേക്കിന് വെർട്ടിക്കലായിട്ട് ഇത് 2 പേര് പിടിച്ചിട്ട് വേണം ഈ പറഞ്ഞേക്കുന്ന പാനലായാലും അത് ഈക്വലായിട്ട് പിടിച്ചിട്ട് വേണമായിട്ട് ഇത് ഹാൻഡിൽ കൊണ്ടുപോകാനായിട്ട്. കാരണം ഇപ്പം പാനലിന്റെ വരുന്നത് ഫ്രെയിം സൈസ് കോസ്റ്റ് കുറയ്ക്കേണ്ടതുകൊണ്ട് മിക്ക കമ്പനികളും ഇപ്പം 37 ഇപ്പം പാനലിന്റെ ഇത് വരുന്നത്, ഫ്രെയിം സൈസ് വരുന്നത് 37, 38. കാരണം എല്ലാത്തിനും ചെറുതാണ്. എനിക്ക് തോന്നുന്നു 2 കമ്പനികൾ, കനേഡിയനും വാരി, ഈ പറഞ്ഞേക്കുന്ന 2 കമ്പനികളാണ് 40 സൈസിൽ ഫ്രെയിം സൈസ് വരുന്നത്. അപ്പൊ ഫ്രെയിമിന്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ ഒരു ബലം കൂടുവാണ്. അപ്പം അലൂമിനിയത്തിന് വില കൂടിയോണ്ട് എല്ലാവരും കുറയ്ക്കുമെന്നും പറയുന്നു. ഫ്രെയിമിന്റെ ഇത് വ്യത്യാസം വരും. പിന്നെ മാത്രമല്ല ഇപ്പൊ എല്ലാം വരുന്നത് 2 മീറ്റർ ലെങ്തിലാണ്. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുമ്പോഴും പ്രോപ്പറായിട്ട് നോക്കിയില്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ അതിനൊരു ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ഒരു 4 വർഷം മുമ്പ് ഒരു കംപ്ലൈന്റ്, 4 വർഷം മുമ്പ് വെച്ചൊരു വലിയ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ഷീറ്റിന്റെ മണ്ടയ്ക്ക്, അത് നല്ലൊരു കമ്പനിയാണ്, ബ്രാൻഡ് കമ്പനി, നല്ലൊരു കമ്പനിയാണ് പാനല്, ഏറ്റവും ഉയരത്തിലാണ്, നല്ല റിസ്ക് ആണ് അവിടെ പാനൽ കയറ്റാനായിട്ട്. അതിനകത്തില് ഒരു 30 പാനലുണ്ടെങ്കിൽ ഒരു 29 പാനലും കംപ്ലൈന്റ് ആയി. അപ്പൊ ഞാൻ കംപ്ലൈന്റ് വരാനായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ അതിനെ നമ്മളൊരു പഠനത്തിന്റെ ഭാഗമായിട്ട് എടുത്തപ്പോഴത്തേക്കിനാണ് മനസ്സിലായത് അത് മൊത്തം പോയത് കമ്പനിക്കാരുടെ മാനുഫാക്ചറിങ് കുഴപ്പം കൊണ്ടല്ല, മറിച്ച് ഇവർ ഹാൻഡിൽ ചെയ്തതിനകത്തില് കുറ്റം കൊണ്ടാണ്
കംപ്ലൈന്റ് കാണിച്ചത്. കസ്റ്റമറിനെ നമുക്ക് സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരന് ഒരു ദിവസം ഒരു 4 യൂണിറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 1 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. അന്നേരമാണ് ഇത് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞത്. അതുവരെ ചെക്ക് ചെയ്യാനുള്ളതിനൊന്നും പോയിട്ടില്ലായിരുന്നു, അങ്ങനെയുള്ള പ്രൊവിഷൻ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഇത് വേറൊരു ഘടകം. ഇനി നമ്മൾ പോകുന്നത് പാനൽ മൗണ്ടിങ് ആണ്. അതായത് പാനല് നമ്മൾ വെക്കുന്നത് 2-3 രീതിയിലാണ് വെക്കുന്നത്. ഒന്ന് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ റെഡിമെയ്ഡ് സ്ട്രക്ചർ ആകുമ്പോഴത്തേക്കിനും ഒന്നെങ്കിൽ നട്ട് ബോൾട്ട് കാണോ, അല്ലെ ജെ ആണോ, ജെ ബോൾട്ട് ആണോ കൂടുതലും പൊതുവെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മിഡിൽ ക്ലാമ്പോ എൻഡ് ക്ലാമ്പോ, അങ്ങനെയുള്ള പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. സ്ട്രക്ചേഴ്സിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ചെയ്യുന്നെന്നുള്ളത്. ഇത് വെക്കാൻ നേരത്ത് ഉറപ്പായിട്ട് ഒരാൾ ഒറ്റയ്ക്ക് പൊക്കിയെടുത്ത് ഒരു മൂല കുത്തി, അതായത് സാധാരണ രീതിയിൽ ഒരു പാനൽ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് വെച്ച് ഒരു മൂല കുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും പാനലിന് സ്വാഭാവികമാണ് അത് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും പ്രോപ്പറായിട്ട് വരില്ല. പക്ഷെ ഇങ്ങനെ ഇത് നമ്മൾ പറയുമ്പോഴത്തേക്കിനും ഇതിന്റെ പ്രോപ്പറായിട്ടുള്ള കാര്യം പറയാം. ഇപ്പൊ ഞാനായാൽ പോലും ഇൻസ്റ്റോൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ ചില സമയത്ത് പറ്റാറില്ല. പക്ഷെ ഒരു കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കിന് അതൊരു ഭയങ്കരമായിട്ടൊരു ഇത് വരും. അപ്പൊ അറിവിലേക്ക് മാത്രമായിട്ട് പറഞ്ഞാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റില്ല. കാരണമല്ല, ഒരു മൂല കുത്തി കൊണ്ട് വെച്ചാണ് എല്ലാവരും ചെയ്യുന്നത്. ഒരു പാനലിന്റെ ഒരു കോർണർ കൊണ്ടുവന്ന് സ്ട്രക്ചറിലോട്ട് കുത്തി വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ പിടിച്ച് അപ്പൊ പാനൽ വള്ളി നിൽക്കും. അപ്പൊ അങ്ങനെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് അത് പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് അല്ല. ആക്ച്വലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 പേര് അതിന് ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് നമ്മളൊരു കൊച്ചിനെ കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ ഇരുത്തുന്ന മാതിരി കൊണ്ടിരുത്തണം. അങ്ങനെ ഇരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ കളിയാക്കും. അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാരണം ഇത് കംപ്ലൈന്റ് വരാൻ ഭയങ്കരമായിട്ട് നമ്മൾ കംപ്ലൈന്റ് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്ന് കെയർലെസ് ആയിട്ട് കൊണ്ടുവന്ന് ഇട്ട് വെക്കുക, മണ്ടയ്ക്ക് അടുക്കി വെക്കുക, അടുക്കി വെക്കുക. പിന്നെ ഇതിന്റെ എന്നിട്ട് ഈ പാനൽ എടുക്കുമ്പോഴത്തേക്കിനും ഒരു മൂല പാനൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ പൊതുവെ വരുന്ന ഒരു കംപ്ലൈന്റ് ആണ്, പാനൽ കുറെ എണ്ണം അടുക്കി വെച്ചിരിക്കും. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുമ്പോഴത്തേക്കിന് ഈ ഒരെണ്ണത്തിന്റെ എടുക്കുന്നതിന്റെ മൂല വന്ന് ഈ പാനലെ വന്ന് ഒരയും. പാനലെ വന്നിട്ട് ഒരഞ്ഞിട്ട് ഒരു വെള്ളപ്പാടം അവിടെ വരും. ഇത് കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ പാനലിനും വരുന്ന ഒരു കംപ്ലൈന്റ് ആണ്. ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും ഈ പാനലിന്റെ മൂല കോർണർ വന്നിട്ട് ഒരഞ്ഞു വരുന്ന ഒരു കംപ്ലൈന്റ്. അതെന്ന് പറഞ്ഞാൽ ഈ പാനലിന്റെ 4 മൂലയ്ക്ക് ഒരു ഇത് വരും, ഒരു പേപ്പറിന്റെ ഒരു ഇത് വരും. അതൊക്കെ ഇളക്കി കളഞ്ഞിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഇത് പൊതുവെ ഇപ്പൊ എല്ലാ പാനലിലും മിക്കവാറും ഈ പറഞ്ഞേക്കുന്ന പാനൽ മൗണ്ടിങ് ടീമിന്റെ വരാനായിട്ടുള്ള ചാൻസ് ഭയങ്കരമാണ്. കാരണം ഈ ഇത് ഒരഞ്ഞു വരുന്ന മാക്സിമം സ്ക്രാച്ച് വരും. പിന്നെ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ ആണെങ്കിൽ നിങ്ങൾ അവിടെ പാനൽ വെച്ചിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും പാനൽ വെച്ചതിന് ശേഷം അവിടെ വെൽഡിങ്ങോ കട്ടിങ്ങോ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ വെൽഡിങ്ങോ കട്ടിങ്ങോ അവിടെ ചെയ്തിട്ടിരുന്നതല്ല, ഇത് പാനൽ വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുവാണ് വെൽഡിങ്ങും കട്ടിങ്ങും ചെയ്യുമ്പോഴത്തേക്കിനും എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്ന സ്ട്രക്ചറിൽ നിന്നുള്ള തുരുമ്പ് ഒന്നെങ്കിൽ പറഞ്ഞു തന്നെ ഈ പാനലിന്റെ മണ്ടയ്ക്ക് എന്ന് അവിടെ കിടക്കും. ഒരു ചെറിയ പൊട്ട് പോലെ കാണുള്ളൂ, അത് അവിടെ കിടന്ന് തുരുമ്പിച്ച് ഈ പാനലിന്റെ അവിടുത്തെ ഈ ഒരു കോട്ടിങ് മൊത്തത്തിൽ ഡാമേജ് ആക്കും. അത് ഭാവിയിൽ അത് മൊത്തം ആ സെല്ലിനെ മൊത്തത്തിൽ കംപ്ലൈന്റ് ആക്കും. അത് ഈ പറഞ്ഞേക്കുന്ന നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുമ്പം വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈ പാനൽ വെച്ചിട്ട് താഴെ ഇട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോഴായാലും ഈ സാധനം പോയി മണ്ടയ്ക്ക് എവിടെയെങ്കിലും പോയി ഇരുന്ന് ഈ പാനലിൽ പോയി ഇരുന്ന് അവിടെ കിടന്നുകൊണ്ട് തുരുമ്പെടുക്കും. ചിലര് ഈ പാനലിന്റെ മണ്ടയ്ക്ക് ചിലപ്പോ ഒരു ആണിയോ അല്ലെങ്കിൽ മറ്റേ സെൽഫ് ത്രെഡ് സ്ക്രൂവോ വാഷറോ എല്ലാം മറന്നു വെച്ചിട്ട് പോകും. അത് ഒരു എങ്ങനെ പോയാലും ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും അവിടെ ഇരുന്ന് തുരുമ്പടിച്ച് അത് മൊത്തം നാശോടാലേ കിട്ടും. പ്രധാനമായിട്ട് ഇപ്പൊ ഫാബ്രിക്കേറ്ററിന് ഇപ്പം വന്നേക്കുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഈ പറഞ്ഞേക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ പാനലിന്റെ മണ്ടയ്ക്ക് കട്ടി വെൽഡിങ് നമ്മുടെ വർക്ക് കഴിഞ്ഞ് പാനൽ മൗണ്ടിങ് കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്ന് വെൽഡിങ്ങും കട്ടിങ്ങും ചെയ്യുമ്പോഴത്തേക്കിന് അതിന്റെ ഫ്ലെക്സും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെന്ന് ഈ പാനലിൽ അവിടെ ഇവിടെയെല്ലാം വീണ് അവിടെ കിടന്ന് തുരുമ്പടിച്ച് പോകുന്ന ഒരു കംപ്ലൈന്റ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധയിൽ പെടില്ല. കാരണം ചെറിയൊരു ഡോട്ട് മാതിരി ആ ഒരു കട്ടിങ്ങിന്റെ ആ ഒരു പീസ് ഇത് പൊടി പോയിരിക്കത്തുള്ളൂ. അത് അവിടെ കിടന്ന് തുരുമ്പടിച്ച് ആ പാനൽ മൊത്തത്തിൽ ഡാമേജ് ആക്കാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ വരുന്നത് ഇലക്ട്രിക് ഇതാണ് പ്രധാനമായിട്ടും മൗണ്ടിങ് ചെയ്യുമ്പോഴത്തേക്കിന് 2 പേര്, അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല, 2 പേരാണ് ഹാൻഡിൽ ചെയ്ത് പോകേണ്ടത്.
സ്കാഫോൾഡിംഗ് ഒക്കെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനലിന് 14,000 രൂപയേ ഉള്ളൂ, അല്ലെ 10,000 രൂപയെ കാണത്തുള്ളൂ ഒരു പാനൽ. ഇത് പൊക്കി കയറ്റുന്ന ആൾക്ക് എങ്ങനെ പോയാലും 18 രൂപയുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒരു 24 രൂപയുടെ കണ്ട ഒരു ഇൻഷുറൻസ് ഉണ്ട്, 2 ലക്ഷം രൂപ കിട്ടും. അതീ മണ്ടയ്ക്കൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നില്ല. അതുകൊണ്ട് മനുഷ്യന് വില കൽപ്പിച്ചിട്ട് ഈ സാധനം മണ്ടയ്ക്കോട്ട് കയറ്റാൻ മാക്സിമം നോക്കുക. ഇപ്പൊ നിങ്ങൾ കമ്പനിയുടെ ഓണർ ആണെങ്കിലും ആരായാലും ചെയ്യുന്നവരാണെങ്കിലും നമുക്കൊരു വിലയുണ്ട്. 14,000 രൂപ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടം മേടിച്ചിട്ടായാലും കൊണ്ടുവെക്കാം. ഈ ആൾക്കാർ ഈ സേഫ്റ്റി ചിന്തിക്കാതെ വർക്ക് പിടിക്കുന്ന കൂട്ടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഒറ്റ ഇരിപ്പിൽ ഒരു 10-20 വർഷം പുറകോട്ടങ്ങ് കൊണ്ടുപോകും. അതുകൊണ്ട് ഇത് പ്രധാന ഘടകമാണ്. കാരണം നിങ്ങൾക്ക് 10 രൂപ കിട്ടിയില്ലെങ്കിൽ ഒരു വർക്ക് ക്ലോസ് ആയില്ലെങ്കിൽ ഒരു 30,000 രൂപ അല്ലെങ്കിൽ ഒരു 50,000 രൂപയുടെ നഷ്ടം വരുമായിരിക്കും. പക്ഷെ ഉറപ്പായിട്ട് ഈ വാക്വേയും നമ്മളുടെ ഈ പറഞ്ഞേക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റി നോക്കാതെ ഒരു വർക്കും എടുക്കരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഘടകമാണ്. നമ്മളുണ്ടെങ്കിലേ ഉണ്ണാൻ പറ്റത്തുള്ളൂ. ഈ പാനൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ണാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ക്ലീൻ ചെയ്യാൻ പോകുമ്പോഴാണേലും അത് ക്ലീൻ ചെയ്യുന്ന കസ്റ്റമറാ. ഇത് വെച്ചവന് ഒരു 5 ലക്ഷം രൂപ മുടക്കിയവന് ഒരാളെ 1000 രൂപയ്ക്ക് വിളിച്ച് ക്ലീൻ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം 5 ലക്ഷം മുടക്കാമെങ്കിലോ 2 ലക്ഷം മുടക്കാമെങ്കിലോ ഒരു 1000 രൂപ കൊടുത്ത് ഒരുത്തനെ ക്ലീൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അപ്പം ആ ക്ലീൻ ചെയ്യുന്നവന് വേണ്ടിയാണ് നമ്മൾ ഒരു 50,000 രൂപയുടെ വാപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ കയറുന്നവന് അത്രയും സേഫ്റ്റി നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്തിട്ട് വേണം ഒരു വാക്വേ ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും. അത് കയറുന്ന ആൾക്കൊരു സേഫ്റ്റി വേണം. അതനുസരിച്ച് സ്ട്രക്ചറും ചെയ്യാവുള്ളൂ, പണിയും ചെയ്യാവുള്ളൂ. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് തൂങ്ങിക്കിടന്ന് ഞാനും ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടായി പറയുന്നത്. അപ്പം അത് അങ്ങനെ ഒരു വലിയൊരു ഘടകമാണ് ഈ പറഞ്ഞേക്കുന്ന വർക്ക് ചെയ്യുന്ന ആളുടെ സേഫ്റ്റി. ഇപ്പൊ പ്രത്യേകിച്ച് ഈ പാനൽ മൗണ്ട് ചെയ്യുമ്പോൾ, കാരണം ഇത്രയും വെയിറ്റ് ആണ് നിൽക്കുന്നത്, അത് പിടിച്ചുകൊണ്ട് ഒന്നാമതെ കയറണം, അത് ചെയ്യണം. അപ്പൊ അതനുസരിച്ചുള്ള സേഫ്റ്റി കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വേണം പാനൽ മൗണ്ട് ചെയ്യാനായിട്ട്. പിന്നെ പാനലിനകത്തിൽ വരുന്നത് വേറൊരു കംപ്ലൈന്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇലക്ട്രിക്കലായിട്ട് പോകാം. ഇലക്ട്രിക്കലി ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് പിന്നെ വരുന്നത്, അതായത് സ്ട്രക്ചർ കഴിഞ്ഞു, പാനൽ മൗണ്ടിങ് കഴിഞ്ഞു, ഇനിയും വരുന്നത് ഇലക്ട്രിക്കൽ ഇതാണ്. അതായത് നമ്മൾ പാനൽ ലൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് കട്ടർ ഉപയോഗിച്ച് പാനലിൽ 2 കേബിൾ ടൈ അടിച്ചായിരിക്കും വരുന്നത്. ഈ ടൈ അടിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 MC4 ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ വലിയ ഒന്നെങ്കിൽ പറഞ്ഞ കയ്യിലിരിക്കും, അല്ലെങ്കിൽ അത് പൊട്ടും. 100-ൽ 90% ടൈ പൊട്ടാറുണ്ട്. ചിലയിടത്ത് ഗ്ലാസ് പൊട്ടാറുണ്ട്, ചിലയിടത്ത് MC4 പൊട്ടാറുണ്ട്, ചിലയിടത്ത് കേബിൾ തന്നെ പൊട്ടി കയ്യിലിരിക്കാറുണ്ട്. ഒരിക്കലും ആ ഒരു ഇതിലോട്ട് നിങ്ങൾ പോകരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ പണിക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും പണി ചെയ്യുന്നവരോ ഒരിക്കലും ടൈ അങ്ങനെ പൊട്ടിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് ഒരു പ്രോപ്പർ നിങ്ങൾ ടൈ കട്ടർ ഇട്ടിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുക. കാരണം 2 ഇതുകൂടെ പിടിച്ച് വലിച്ച് പൊട്ടിക്കുന്ന ഒരു പ്രവണതയുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാനലില് അത് കഴിഞ്ഞ് നമ്മൾ പാനലിൽ ലൂപ്പിങ് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും ലൂപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് DC റണ്ണ് കുറച്ച് ലൂപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്ന് സ്ട്രക്ചറിനകത്തിൽ ഒന്ന് ഐഡിയപരമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ DCയുടെ റണ്ണ് കുറയ്ക്കാൻ പറ്റും. അതായത് ലൂപ്പ് ചെയ്ത് വരുന്നത് കുറയ്ക്കാൻ പറ്റും. DCയുടെ കേബിളിന്റെ ലെങ്ത് കുറയ്ക്കാനായിട്ട് പറ്റും സ്ട്രക്ചറിനകത്തിൽ ഒന്ന് ഐഡിയപരമായിട്ട് അതിനെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ. 2 വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC എല്ലാം ലൂപ്പ് ചെയ്തു അതിനെ ഒന്നെങ്കിൽ ഒരു PVCയുടെ പൈപ്പോ അല്ലെങ്കിൽ CPVCയുടെ പൈപ്പിനകത്ത് കൂടെ കയറ്റി വിടുക, അതൊക്കെ കോസ്റ്റ് ആണ്. അല്ലെങ്കിൽ ചാനലിനകത്ത് കൂടെ കയറ്റി വിടുക, അങ്ങനെയൊക്കെ ഓരോ മെത്തേഡുണ്ട് പുറത്ത് കാണാതിരിക്കാനും എടുക്കാനും. എന്നാൽ പ്രോപ്പറായിട്ട് ചെയ്ത് UV റെസിസ്റ്റൻസ് ടൈ ഉപയോഗിക്കുക, നോർമൽ ടൈ ഇട്ട് കെട്ടാതിരിക്കുക. എന്നിട്ട് നേരെ അതിനെ കൊണ്ടുവന്ന് നമ്മൾ അരേ ജംഗ്ഷൻ ബോക്സിലോട്ട് വെക്കും. അപ്പം അരേ ജംഗ്ഷൻ ബോക്സിലാണ് കൊണ്ടുവരുന്നത്. അരേ ജംഗ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ AJB അല്ലെങ്കിൽ DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്. അപ്പൊ ഇതിനകത്തിലൊരു ഇൻവെർട്ടർ ഒരു ഒന്നെങ്കിൽ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി ഡിസ്റ്റൻസ് കാണാറുണ്ട്. അരുൺ, നമുക്ക് പിന്നെ പാനലിന്റെ സെക്ഷൻ ഒന്ന് രാഹുലിനോടൊക്കെ ഇട്ടിട്ട് നമുക്ക് അടുത്തേക്ക് പോയാൽ. ഓക്കെ രാഹുൽ, വെൽക്കം. രാഹുല് ശ്രദ്ധിച്ച പോയിന്റുകൾ ഒന്ന് പറയാമോ? ഇല്ല, മെയിൻ ആയിട്ട് ആൾക്കാര് പാനല് തലേ ചുമന്നുകൊണ്ട് പോവുക. ഏറ്റവും വലിയ പൊട്ടത്തരം തലേ ചുമക്കില്ല. കാരണം യൂണിയനിലെ ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മള് മിക്കവാറും സൈറ്റുകളിൽ അൺലോഡ് ചെയ്യണതും ലോഡ് ചെയ്യണതും അല്ലെങ്കിൽ മുകളിലേക്ക് എത്തും. അവരെ മെയിൻ ആയിട്ട് അവർക്ക് അറിയില്ല, അവരെയും കുഴപ്പമില്ല. ഒരാൾ എടുത്ത പാൻറ് പൊക്കും, അതെടുത്ത് ഒരു തലയിൽ വെക്കും. തലയിൽ വെക്കണ മാത്രമല്ല, ചിലപ്പോ പിടിക്കുമ്പോ തോളത്തെ ലോഡ് ചെയ്തിട്ടൊക്കെയാണ് അവര് കൊണ്ടുപോകാറ്. അപ്പൊ ആ ഒരു സൈഡിൽ അവിടെ പൊട്ടാൻ, സെല്ല് പൊട്ടൽ വീഴാനും ഫിസിക്കലി നമുക്ക് ആ നേരത്ത് പൊട്ടൽ കാണണ്ടായിരിക്കും. പിന്നീട് ചൂട് വെയിലും ഒക്കെ കൊണ്ടുകഴിയുമ്പോഴത്തേക്കും
അത് എക്സ്പാൻഡ് ചെയ്ത് സ്നെയിൽ ട്രെയിലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് പാനലിൽ വരാറുള്ളത്. പിന്നെ അതിന്റെ മുകളിൽ ആൾക്കാർ അറിയാൻ പാടില്ലാതെ എടുത്ത് ചവിട്ടി നടക്കുക. ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ പാനലിൽ ചവിട്ടി നടക്കണ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടിട്ട് ഈ നമ്മുടെ പാനലിൽ കയറി ചവിട്ടുമ്പം അത് കയറി വളയും. അല്ലെങ്കിൽ ഫ്രെയിം, നമ്മൾ അടിക്കുന്ന ഫ്രെയിമിന് കട്ടി കുറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ വാക്വേയും കൂടി ഇടുമ്പം, അല്ലെങ്കിൽ ഷീറ്റ് റൂഫിലാണെങ്കിൽ തന്നെ ഷീറ്റ് റൂഫ് ചെറുതായിട്ട് ബെൻഡാവും. അപ്പൊ അതിന്റെ കൂടെ പാനലും ബെൻഡാവും. അങ്ങനെയും ക്രാക്ക് വരാറുണ്ട്. അപ്പൊ പാനൽ ഹാൻഡ്ലിങ് ഇത്തിരി കാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ക്ലീനിങ് പ്രോപ്പർ ആയിരിക്കണം. ക്ലീനിങ് പ്രോപ്പർ അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് ഉണ്ടാവും. ബേർഡ് ഡ്രോപ്പിംഗ്സും അങ്ങനെ എന്തെങ്കിലും കറുത്ത പാടുകളോ അല്ലെങ്കിൽ ഇലകളോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഹോട്ട്സ്പോട്ട് ഉണ്ടായിട്ട് പാനലിൽ പെർമനന്റ് ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കസ്റ്റമറിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എപ്പോഴും ഒരു അറ്റ്ലീസ്റ്റ് ഒരു മന്ത്ലി വൺസ് 2 മാസം കൂടുമ്പെങ്കിലും ഒന്ന് പാനൽ കഴുകി കഴിഞ്ഞാൽ ലൈഫ് കൂടുതൽ കിട്ടും. ഹോട്ട്സ്പോട്ടിൽ പോയി കഴിഞ്ഞാൽ പാനലിന് വാറന്റി കിട്ടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം പിന്നെ സ്ലോപ്പ് കുറവുള്ളിടത്ത് പ്രശ്നം കാണിക്കാറുണ്ട്. കാരണം ചെളി അറ്റത്ത് വന്ന് പാനലിന്റെ തുമ്പത്ത് വന്ന് ഇങ്ങനെ കൂടി നിന്നിട്ട് ആ സെല്ലിനെ കവർ ചെയ്യാറുണ്ട്. അപ്പൊ അതും ഒരു പ്രശ്നമുള്ള കേസാണ്. നമ്മുടെ നാട്ടില് നമുക്ക് 10 to 24 ഡിഗ്രി വരെ നമുക്ക് സ്ലോപ്പ് ഇട്ടാലും വലിയ കുഴപ്പം വരണില്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ നാസയുടെ ഒരു ഡാറ്റ ഷെയർ ചെയ്തിട്ടുണ്ടായി. പണ്ടത്തെ ഒരു ഡോക്യുമെന്റ് അത്. നമ്മൾ വേറെ പ്രോജക്ട്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ റെഫർ ചെയ്തിരുന്ന ഈ ഡോക്യുമെന്റിനെ. അപ്പം അതിനകത്ത് നോക്കിയാൽ 10 ഡിഗ്രിയും 24 ഡിഗ്രിയും തമ്മിൽ വലിയ പ്രൊഡക്ഷന്റെ കുറവില്ല. ഇൻഫാക്ട് 24 ഡിഗ്രിയിൽ ഇത്രയും കൂടി പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ആ ഡോക്യുമെന്റിൽ എന്തെങ്കിലും സ്ലോപ്പും എന്താ അതിന്റെ റെപ്രസെന്റേഷൻ എന്നുള്ള കാര്യങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ഇപ്പം അരുൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത്. ഇപ്പൊ കസ്റ്റമറൊക്കെ കൂടുതൽ കംപ്ലൈന്റ് പറഞ്ഞിരിക്കുന്നത് എന്തിനോട് ബന്ധപ്പെട്ടാ വന്നിരിക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ കംപ്ലൈന്റ് പ്രൊഡക്ഷൻ കുറവ്. അപ്പം അങ്ങനെ വരുന്ന സൈറ്റുകളിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ കാണാറുള്ളത് മിക്കവാറും നിഴലുണ്ടാവും. ഏതെങ്കിലും ഒരു സമയത്ത് നിഴലുണ്ടാവും. അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിഴൽ വന്നിട്ട് പാനല് ചീത്തയാവാറുണ്ട്. 2 കണക്ഷൻ തെറ്റാറുണ്ട്. ഇപ്പൊ 5 കിലോ വാട്ടിൽ ഒറ്റ സ്ട്രിങ്ങിൽ മാത്രം കൊടുക്കും 2 MPPT ഉള്ള സിസ്റ്റത്തിൽ. എന്നിട്ട് അപ്പം സിസ്റ്റം പകുതി പ്രൊഡക്ഷൻ ഉണ്ടാക്കുള്ളൂ. അത് കഴിയുമ്പം ലിമിറ്റ് ചെയ്യും. ഇപ്പൊ ഒരു 3000 വാട്ട് വരെ കയറണുള്ളൂ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പം രണ്ടാമത്തെ MPPT കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ സ്ട്രിങ് കാശ് ലാഭിക്കാനായിട്ട് 2 സ്ട്രിങ് വേണ്ടെടുത്ത് ഒറ്റ സ്ട്രിങ്ങിലേക്ക് കൊടുത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതൊരു കാരണം. പിന്നെ ഉണ്ടാവാറ് സിംഗിൾ ഫേസ് ഉള്ളടത്ത് ഓവർ വോൾട്ടേജ് ആയി വരില്ല. അടുത്തൊരു പ്രശ്നം. അതും ഈ റൂറൽ ഏരിയസിലും ഡൊമസ്റ്റിക് ഇതിനകത്ത് ലോഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ഇപ്പൊ ഒരു ട്രാൻസ്ഫോമറിന് അടുത്ത് വീടുള്ളത് അല്ലെങ്കിൽ പകൽ സമയത്ത് ലോഡ് ഇല്ലാതെ വരിക ആ ഒരു ലൈനിൽ സിംഗിൾ ഫേസ് 5 കിലോ വാട്ടിലെ കൂടുതൽ കണ്ടേക്കുന്നത്. അതൊക്കെയാണ് നമ്മൾ സാധാരണ പ്രൊഡക്ഷൻ കുറവിന്റെ കാരണങ്ങൾ കാണാറ്. വേറെ എന്തൊക്കെ സാർ? ഇപ്പൊ ഒരു 5 കിലോ വാട്ട് 2 സ്ട്രിങ്ങില് ഒരു സ്ട്രിങ്ങില് 8 പാനലും ഒരു സ്ട്രിങ്ങില് 7 പാനലും, അതായത് അൺഈവൺ ആയിട്ട് കുഴപ്പമില്ല. അതിന് കുഴപ്പമില്ല. ഹലോ, ഓക്കെ സാർ. ഓക്കെ. മുഴുവനായിട്ട് 100% ഇംബാലൻസ് വരുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ. ചെറിയ രീതിയിൽ ഇപ്പൊ 60% ഒരു സ്ട്രിങ്ങിലും 40% മറ്റേ സ്ട്രിങ്ങിലും ആണെങ്കിൽ കൂടെ കുഴപ്പം വരാറില്ല. പിന്നെ ഓവർ സൈസ് ചെയ്യില്ല. ഇപ്പൊ 5 കിലോ വാട്ടിന് പകരം 7 കിലോ വാട്ടൊക്കെ പാനൽ വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ക്ലിപ്പ് ചെയ്തു പോകും. എന്ന് പറയാം, എപ്പോഴെങ്കിലും 7 കിലോ വാട്ടിന് അടുത്ത് പ്രൊഡക്ഷൻ വരും. 6500 വാട്ട് വരെയൊക്കെ പ്രൊഡക്ഷൻ വരാറുണ്ട് ആവറേജ്. അപ്പം ഇൻവെർട്ടർ ഔട്ട്പുട്ട് സൈഡിൽ 5 കിലോ വാട്ടിൽ അത് ലിമിറ്റ് ചെയ്യും.
അപ്പം DC സൈഡ് ഇപ്പൊ ഫ്രോണീസിന്റെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ 200% വരെയും ഓവർ സൈസ് ചെയ്യാം. ബട്ട് അങ്ങനെ ഓവർ സൈസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് കൂടുതലുള്ള ഇപ്പൊ 5 കിലോവാട്ട് ഇൻവേർട്ടറിന്റെ ഔട്ട്പുട്ട് 5 കിലോവാട്ട് തന്നെയാണ്. ഇൻപുട്ട് ചിലപ്പം 10 കിലോവാട്ട് അല്ലെങ്കിൽ 8 കിലോവാട്ട് ഒക്കെ ഉണ്ടാവും DC സൈഡ്. ബട്ട് ഔട്ട്പുട്ട് എല്ലാത്തിനും 5 കിലോവാട്ട് തന്നെ ഉള്ളു. അപ്പോൾ മാക്സിമം ഒരു 10 to 15 അല്ലെങ്കിൽ 20 വരെ പോകണ്ട, 15% ഒക്കെ നമുക്ക് ഓവർ സൈസ് ചെയ്യാന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ ഓവർ സൈസ് ചെയ്തിട്ട് കാര്യമില്ല. മേ ബി യൂറോപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓവർ സൈസ് ചെയ്യണതിന് കാര്യമുണ്ട്, കാരണം അവർക്ക് വെയിലിന്റെ അളവ് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് DC ഓവർ സൈസ് ചെയ്യാം. പക്ഷെ നമ്മുടെ നാട്ടിലത് ഓവർ സൈസ് ചെയ്യണതിൽ വലിയ കാര്യമില്ല. അപ്പൊ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഓവർ സൈസ് ചെയ്ത് കണ്ടാലും നമ്മുടെ നാടിനനുസരിച്ച് ഉള്ള ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യണമായിരിക്കും നല്ലത്. സാറേ ഈ പാനലിന്റെ സൈഡിലേക്ക് വരുന്ന PVC പൈപ്പ് ഉണ്ടല്ലോ, അതിപ്പോ പലരും CPVC യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നോർമൽ PVC മതിയോ? അതിനങ്ങനെ പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ് ഇല്ല. പക്ഷെ ഇപ്പം PVCക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെയിൽ കൊണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ബെൻഡ് ആവാറുണ്ട്. ആ ഒരു ഇഷ്യൂ PVCക്ക് ഉണ്ട്. UPVC അങ്ങനെ ഇത്തിരി കൂടി ഗ്രേഡ് കൂടിയതായാലും കുഴപ്പമില്ലാത്തതാ. നമുക്കിവിടെ അവൈലബിലിറ്റി കുറവാണ്. ബട്ട് നല്ലത് ഇത്രയും കൂടി കൂടിയത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആവാതെ നിൽക്കും, ബെൻഡ് ആവാതെ കുറേ കൂടി ഇത് കിട്ടും. ബട്ട് ഇൻ എഫക്റ്റ് അതിന് പെർഫോമൻസിലൊരു ഇതില്ല. ബേസിക് ഇന്റൻഷൻ കേബിളിനെ പ്രൊട്ടക്ട് ചെയ്യലാണ്. അപ്പം ഫ്ലെക്സിബിൾ കോണ്ടിയൂട്ടിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ PVC ഉപയോഗിക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും കുറച്ച് ദിവസം കഴിയുമ്പോൾ. ബട്ട് നോൺ ഫ്ലെക്സിബിൾ കോണ്ടിയൂട്ടിൽ അങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു വിഷയം വരുന്നില്ല. ഇത്രയും കൂടി കമ്പാരിറ്റീവ് ലൈഫ് കൂടുതലല്ല PVC സാധാരണ കോണ്ടിയൂട്ടിന്. വേറെ ചോദ്യങ്ങൾ? അവരുടെ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ പൊതുവെ KICBയുടെ എല്ലാ സെക്ഷനിലും നമുക്കിപ്പോ എന്താ പറയാ ഫ്യൂസ് ഹോൾഡർ സെറ്റ് വെക്കണം പോസ്റ്റുമാൻ. അപ്പൊ അതും കൂടി സെറ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഉപകാരമായിരുന്നു നിങ്ങളുടെ അവിടെ നിന്ന്. ഞാൻ ഈ പുറകിലേക്ക് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വാങ്ങി വെക്കാത്ത. നമ്മള് LCD അതും ഇതൊക്കെ വെച്ചിട്ട് അവസാനം വന്നിട്ട് ഈ സാധനം ബോക്സിലെ ഫ്യൂസ് ഒക്കെ വെച്ചിട്ട് ചെയ്യണ്ടല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരുന്നു. പിന്നെ എല്ലായിടത്തും വന്നില്ല. ഞങ്ങക്ക് റിക്വയർമെന്റ് മന്ത്ലി ഒരെണ്ണോ അല്ലെ അങ്ങനെയൊക്കെ ഉള്ള ഒരു റിക്വയർമെന്റേ ഉള്ളൂ. സ്ഥിരമായിട്ട് അങ്ങനെ റിക്വയർമെന്റ് വന്നില്ല. അത് ഏതെങ്കിലും ഒരു സെക്ഷനിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ആലുവയില് നമ്മൾ വെച്ചേക്കുന്നിടത്ത് പോലും SFU വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ SFU വെച്ചിട്ടില്ല. മറ്റേ മെക്കാനിക്കൽ ഐസൊലേറ്റർ എന്ന് പറയുന്ന ഐസൊലേറ്റർ നമ്മൾ വെച്ചിട്ടില്ല. സാധാരണ ഐസൊലേറ്ററാണ് വെച്ചേക്കുന്നത്. അതേപോലെ ഫ്യൂസില് പോസ്റ്റില് ഫ്യൂസ് ഇല്ല ഇവിടെയൊക്കെ. മെയിൻ ആയിട്ട് AEനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് സ്റ്റോക്ക് ചെയ്യാത്തത്. രാഹുൽജി, ഒരു സംശയം. നമ്മൾ ഈ പാനലിൽ ഈ ഡസ്റ്റും ഒക്കെ നന്നായിട്ട്, പ്രത്യേകിച്ചും ബേർഡ്സിന്റെ ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ആകാനായിട്ട് നമുക്ക് എന്ത് ലിക്വിഡ് ആണ് ഉപയോഗിക്കാവുന്നത്? കെമിക്കൽസ്, ഹാർഡായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കാതിരുന്നാൽ മതി. ബട്ട് ഇപ്പൊ നമ്മള് പാത്രം കഴുകണ ലിക്വിഡ് ഇത്തിരി മൈൽഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് കുഴപ്പമില്ല. ഗ്ലാസ് ക്ലീനിങ് സോപ്പ് അല്ലെങ്കിൽ വണ്ടികൾക്ക് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ, അത് കുഴപ്പമില്ല. അതിനകത്തൊരു ആന്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ മൾട്ടി കളർ കാണുന്നത്. പാനലിൽ നോക്കുമ്പോൾ വെള്ളം ആവുമ്പോഴൊക്കെ പല പാടുകൾ പോലെ തോന്നുന്നത് ഈ ആന്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അത് ഹാർഡായിട്ടുള്ള ഇത് സൊല്യൂഷൻസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാതിരിക്കുക. അത് മാത്രമല്ല ഹാർഡ് വാട്ടർ ഉപയോഗിക്കാതിരിക്കുക കഴുകുമ്പോൾ. സ്ക്രബ് ഉപയോഗിക്കാതിരിക്കുക. ഈ പാത്രം കഴുകുന്ന സ്ക്രബൊക്കെ വെച്ചിട്ട് ഗ്ലാസ് കഴുകി കഴിഞ്ഞാൽ അത് സ്ക്രാച്ചസ് വീഴും സർഫസിൽ. ബ്രഷോ അതേപോലെ മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട്
കഴുകണമായിരിക്കും എപ്പോഴും നല്ലത്. തുണി മൈക്രോ ഫൈബറോ അങ്ങനെ എന്തെങ്കിലും. സർഫ് പോലുള്ള സാധനമൊക്കെ ഉപയോഗിക്കാമോ? സർഫ് കുഴപ്പമില്ല അത്, പക്ഷെ അധികം ഇത് ചെയ്യരുതെന്ന് മാത്രം. കാരണം അതിന്റെ ഇത് സർഫസിന് പോവാതെ ഇരിക്കും. മൈൽഡ് സൊല്യൂഷൻസ് ആണ് ഇപ്പോഴും നല്ലത്. മേ ബി കാർ ക്ലീൻ ചെയ്യണ ഇതാണ് ഏറ്റവും ഐഡിയൽ എനിക്ക് തോന്നുന്നത്. മാവിന്റെ പശയ്ക്ക് എന്താ പറ്റിയത്? ക്ലീൻ ചെയ്യാനാണോ? അതെ അതെ, ക്ലീൻ ചെയ്യാൻ. അത് കുത്തു. ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല ഡേർട്ടില്. നമ്മുടെ അക്ഷയ് കുമാറിന്റെ അടുത്ത് വല്ലതും ചോദിക്കേണ്ടി വരും. ഞാൻ ജനറലി ഇങ്ങനെ മൈൽഡ് ഡിറ്റർജൻസ് മാത്രമാണ്. ഞാൻ മാവിന്റെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. വേറെ ചോദ്യങ്ങൾ? പറഞ്ഞോളൂ. അരുൺ നേരത്തെ പിക്ചർ തന്നിട്ടുണ്ടല്ലോ, ഞാൻ പിക്ചർ കൊടുക്കട്ടെ അരുൺ? അരുൺ കേൾക്കാമോ? ഹലോ, അരുണേട്ടനോട് ഒരു സംശയമാണ്. നമ്മളിപ്പോ സ്ട്രക്ചർ ഡ്രില്ല് ചെയ്ത് വെക്കല്ലോ പാനല് വെക്കാനായിട്ട്. അത് ഇപ്പത്തെ കാറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ പിന്നീട് എങ്ങനെയാ അത് മെയിൻ്റെനൻസ് വേണ്ടി, അതായത് മാറ്റി ഡ്രില്ല് ചെയ്യേണ്ടി വരുമോ? 3 വർഷം കൂടുമ്പോഴോ 5 വർഷം കൂടുമ്പോഴോ? കേട്ടില്ല. അരുണേട്ടാ, അതെ, നമ്മള് സ്ട്രക്ചർ നമ്മളിപ്പോ പാനലുകള് റൂഫിലാണെങ്കിലേ ഡ്രില്ല് ചെയ്യല്ലോ, വെൽഡ് ചെയ്യാണ്ട് നേരെ ഡ്രില്ല് ചെയ്ത് ചെയ്യല്ലോ. ഡ്രില്ല് ചെയ്ത് കയറ്റി വെക്കുന്നു. അത് നമ്മള് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞിട്ട്? അതായത് ഡ്രില്ല്, ഞാൻ പറഞ്ഞില്ലേ, ഇത് പൊതുവെ വരുന്ന എനിക്ക് വന്നിരിക്കുന്ന കംപ്ലൈന്റ്, അതായത് ഞാൻ ചെയ്ത സൈറ്റിൽ തന്നെ എനിക്ക് കിട്ടിയ പണിയാണ്. അതായത് നമുക്കാണെങ്കിൽ എന്തുവാ, ഞാനൊരു സൈറ്റിൽ ഡ്രില്ല് ചെയ്ത് വെച്ചതാ. എന്നിട്ട് അത് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രില്ല് ചെയ്തു, പ്ലേറ്റ് അടിച്ചു, നമ്മുടെ 8-ന്റെ ആങ്കർ ബോൾട്ട് ഇട്ട് ഡ്രില്ല് ചെയ്ത് ആങ്കർ ബോൾട്ട് പിടിപ്പിച്ചു. എന്നിട്ട് അതിനെ വാട്ടർ പ്രൂഫ് ചെയ്യാനായിട്ട് അന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കോൺക്രീറ്റ് എടുത്ത് വെക്കുക ചെയ്യാറ്. കോൺക്രീറ്റിന്റെ മിക്സ് ചെയ്തിട്ട് അതിനകത്തിൽ ഈ പറഞ്ഞേക്കുന്ന ഞാനൊരു ഫെവിക്കോളിന്റെ ഒരു നമ്മുടെ ഫിക്സിറ്റാ ഉപയോഗിച്ചത് അന്ന്. ഇപ്പോഴല്ല, ഒരു 4 വർഷമായി. അപ്പം അവിടെ ഉപയോഗിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമാണ്. എന്നിട്ട് ജസ്റ്റ് കോൺക്രീറ്റ് ചെയ്ത് വെച്ചു.
ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് കാലിച്ചേ. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോ ഈ കോൺക്രീറ്റും, അപ്പൊ ഞാൻ അന്ന് കാണിച്ചൊരു മണ്ടത്തരം ഉണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞേക്കുന്ന, എനിക്ക് അന്ന് അറിവ് അത്രയ്ക്ക് ഇല്ലായിരുന്നു ഇതിനെപ്പറ്റി. അപ്പൊ അന്ന് ഞാൻ ഇത് ചിപ്പ് ചെയ്തപ്പോഴത്തേക്കിന് പ്രോപ്പറായിട്ട് ചിപ്പ് ചെയ്തില്ല, ഒന്നാമത്തെ കാര്യം അത്. പിന്നെ കോൺക്രീറ്റിന്റെ മിക്സ് ചെയ്തപ്പോഴത്തേക്കിന് ഈ പറഞ്ഞേക്കുന്ന എംസാൻഡാണ് കൂടുതൽ ഉപയോഗിച്ചത്. എംസാൻഡിന്റെ ഏത് പൊടിയാ, കൈ കിട്ടിയ പൊടിയാണ് ഉപയോഗിച്ചത്. കോൺക്രീറ്റിന്റെ ഇതും ഇതായിരുന്നു. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂഫും എന്റെ കോൺക്രീറ്റും തമ്മിലുള്ള ഗ്യാപ്പ്, ചൂട്, അതായത് സ്വാഭാവികമായിട്ടും ചൂട് കൂടിയപ്പോഴത്തേക്കിന് ഇത് തമ്മിൽ അങ്ങ് അകന്നു. അത് ഞാൻ പ്ലാസ്റ്ററും ചെയ്തില്ല, അതായത് കോൺക്രീറ്റ് മാത്രം ചെയ്തു, പ്ലാസ്റ്റർ ചെയ്തില്ല. അപ്പം അവിടെ വന്ന എനിക്ക് വന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ ആ പ്ലേറ്റിനെയും ബോൾട്ടിനെയും ഇത് ചെയ്തില്ല, അതായത് പ്ലേറ്റും ബോൾട്ടും സേഫ് ആക്കിയില്ല. രണ്ട്, ഞാൻ കോൺക്രീറ്റ് മിക്സ് ചെയ്തപ്പോൾ പ്രോപ്പറായിട്ടുള്ള റേഷ്യോ നോക്കിയില്ല. ആ അതിനകത്തിൽ ഞാൻ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അവർ അബദ്ധം പറ്റിയത്. അപ്പൊ അതിനകത്തിൽ അത് കാരണം ഒരു കാലിച്ച വന്നു അവിടെ. അപ്പൊ അത് കാരണം നമ്മൾ അത് അനുസരിച്ച് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ ആങ്കർ ബോൾട്ട് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ക്രൂ ചെയ്യുവാണെങ്കിൽ, അതിനകത്തിൽ നമ്മളാണെങ്കിൽ ഒരു ടാപ്രൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കെമിക്കലുണ്ട്. ആ കെമിക്കൽ നമ്മൾ ഫില്ല് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് അരുൺ മ്യൂട്ടായി പോയി, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേക്കുവാ. ഇപ്പൊ കേൾക്കാമോ? ഓക്കെ. അതായത് ഞാന് ഒരു ഇതിപ്പോ ഞാനൊരു ഇത് ചെയ്യും, അതായത് ഇപ്പൊ ഞാനൊരു സീല് ഇവിടെ ഡ്രില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, മൊത്തത്തിൽ ഞാൻ അതിനെ ഒരു MC-യിലോ അല്ലെങ്കിൽ അതുകൂട്ട് അനുബന്ധമായിട്ടുള്ള വേറെ അറാൾഡേറ്റിന്റെ ഒരു സാധനമാണ്, അത് വെച്ചങ്ങ് സീൽ ചെയ്യും. അപ്പൊ ഒരിക്കലും അതിനകത്തിലോട്ട് ഒരു എയറുമായിട്ടും കോണ്ടാക്ട് വരില്ല, വെള്ളം ഇറങ്ങത്തില്ല. അത്രയും ഭാഗം ഞാൻ സീൽ ചെയ്തു. എന്നിട്ട് അതിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ടാർട്രേറ്റിന്റെ ഒരു ടാർട്രേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കെമിക്കലുണ്ട്. ആ കെമിക്കലും അല്ലെങ്കിൽ NSC എന്ന് പറയുന്നത് നോൺ ശ്രിങ്കബിൾ കോൺക്രീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു നോൺ ശ്രിങ്കബിൾ ഗ്രൗട്ട്, NSC. അപ്പൊ ആ ഗ്രൗട്ടിങ് എടുത്തിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ചൂടായാലും പോവില്ല. അപ്പൊ അതിട്ട് അവിടെ ഇത് ചെയ്തിട്ട് ആ ഒരു സാധനത്തിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അതിന്റെ മണ്ടയ്ക്ക് പിന്നെ ചിപ്പ് ചെയ്ത്, പ്രോപ്പറായിട്ട് ചിപ്പ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് പ്ലാസ്റ്റർ ചെയ്യും. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 വർഷം 6 വർഷം വരെ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 വർഷം കഴിഞ്ഞില്ല. അപ്പൊ ഇനിയിപ്പം ചെയ്തിട്ടൊരു 2 വർഷമായി, തുടങ്ങിയിട്ട് 2 വർഷമായുള്ളൂ. ഇനിയിപ്പം 5 വർഷം കഴിയുമ്പോൾ അറിയത്തില്ല അത് പൊട്ടികളാക്കി പോകും. എന്റെ ഒരു അനുഭവത്തിൽ പോകത്തില്ല. കാരണം ഞാനിതൊരു ഈ നമ്മുടെ ഇതില്ലേ, വീട് പണിയുന്നവരല്ല, ഈ പാലം പണി, വീട് പണിയുന്നവർ ഒരു 20 വർഷമല്ലേ കണക്കുള്ളൂ. ഞാനൊരു പാലം പണിയുന്ന ഒരു എഞ്ചിനീയർ എടുക്ക ചോദിച്ചിട്ടാണ് ഇത് മനസ്സിലാക്കിയത്. അവരാകുമ്പോഴത്തേക്കിനും ഈ പാലം പണിയുമ്പോഴത്തേക്കിനും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. അപ്പൊ അങ്ങനെ ഞാനത് ചോദിച്ച് മനസ്സിലാക്കിയതാ ഈ പറഞ്ഞ ഈ ഒരു വാട്ടർ പ്രൂഫിംഗ് മെത്തേഡ്. അപ്പം കൂടുതലായിട്ടും പോകത്തില്ല. പിന്നെ പുറത്ത് ഉപയോഗിക്കുന്ന ഒരു ഇത് കൊണ്ടുപോകും, പക്ഷെ കോസ്റ്റ് ആയതുകൊണ്ട് ഞാനത് കൂടുതലായിട്ടും ഇത് ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കലാണ്, ഒരു ട്യൂബിനകത്ത് വരും. അത് നമ്മൾ ഫിഷറിന് പകരം ഈ ട്യൂബും കെമിക്കലും ആയിരിക്കും ഇറക്കി വെക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു 8-ന്റെ ബിറ്റ് ഇട്ട് ഒരു 10-ന്റെ ബിറ്റ് ഇട്ടിട്ട് നമ്മളൊരു ദ്വാരം ഉണ്ടാക്കും. എന്നിട്ട് അതിനകത്തിലോട്ട് നമ്മളുടെ ഒരു ട്യൂബാണ്, അതായത് നമ്മളുടെ ഈ കെമിസ്ട്രി ലാബിലൊക്കെ ഇരിക്കുന്ന ഒരു സൈസ് ട്യൂബ് മാതിരി ഒരു ട്യൂബാണ്. ആ ട്യൂബ് ഇറക്കി വെക്കും. അതിനകത്തിലൊരു കെമിക്കലും കാണും, എൻഡിലൊരു കോർക്കും കാണും. ഇത് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ കോർക്കയിലോട്ട് ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കും. ഡ്രില്ല് ചെയ്ത് കുറച്ചങ്ങോട്ട് ആയി കഴിയുമ്പോഴത്തേക്കിന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് അകത്തിരുന്ന് അങ്ങ് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞ് ഇതൊരു പ്രോപ്പർ പൊട്ടിയിട്ട് അവിടെ ഇരുന്ന് ഇതങ്ങ് ഇത് വാട്ടർ പ്രൂഫ് ഇതാവും, അതായത് ബലവും ആവും, വെള്ളവും ഇറങ്ങില്ല, ഇടിച്ചകത്ത് വരുത്തുമില്ല, ഭയങ്കര ബലമാണ്. പക്ഷെ അത് ഇവിടെ ഭയങ്കര കോസ്റ്റാണ്. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ അങ്ങോട്ട് ചെയ്യാനായിട്ട്, പിന്നെ അവൈലബിളും അല്ല, വലുതായിട്ട് അവൈലബിൾ അല്ല. ഞാനത് നെറ്റിൽ നിന്ന് വരുത്തിയത്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺക്രീറ്റ് ചെയ്യുമ്പോഴല്ലെന്നേ വിഷയം, ഈ സെൽഫ് അടിക്കുന്ന എന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 3 വർഷം കൂടി ഇരിക്കുമ്പോൾ ഈ സെൽഫ് ത്രെഡ് സ്ക്രൂ അങ്ങ് പോയി കിട്ടും. അപ്പൊ അന്നേരം നിങ്ങൾ അത് മാറ്റി അടിക്കുന്നതായിരിക്കും ഉചിതം. പിന്നെ മഴ നനയുന്ന ഏരിയ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ തുരുമ്പടിച്ച് നാശോടലായി പോകും. അപ്പൊ
അഥവാ തുരുമ്പടിക്കുന്നതാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പെയിന്റ് അടിച്ചാലും മതി, വെള്ളം ഇറങ്ങത്തില്ലെന്ന് 100% ഉറപ്പ് വരുത്തിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു 2 വർഷം 3 വർഷം കഴിയുമ്പോൾ പണി പുറകെ വരും. അതുകൊണ്ട് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ വെള്ളം നനയുന്നിടമാണെങ്കിൽ പ്രോപ്പറായിട്ട് അതിനെ പെയിന്റ് അടിച്ച് സൂക്ഷിക്കുക. കടൽ തീരമാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം, അതിനെ പ്രോപ്പറായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ തുരുമ്പെടുത്ത് നാശമായി പോകും. പിന്നെ ഈ പറഞ്ഞ ഈ സ്ക്വയർ ട്യൂബിനകത്തിലൊക്കെ ദ്വാരം വിടുവാണെങ്കിൽ അതിനകത്ത് വെള്ളം കയറി അതും മൊത്തം പോയി വരും. ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞേക്കുന്ന കോൺക്രീറ്റിലായിട്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് വാട്ടർ പ്രൂഫ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം. വരുത്തിയില്ലെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാ. അതുകൊണ്ടാ. അതിന്റെ കെമിക്കൽ ചോദിച്ചിട്ടുണ്ട്. കെമിക്കൽ നെയിം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ടാപ്ക്രീറ്റ് അതൊരു കെമിക്കലാ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും വൈറ്റ് സിമെന്റോ അല്ലെങ്കിൽ സിമെന്റോ എന്തെങ്കിലും മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇനിയിപ്പോ ആന വലിച്ചെന്ന് പറഞ്ഞാലും വെള്ളം ഇറങ്ങത്തില്ല, 100% ഉറപ്പാ. ഞങ്ങൾ സാധനം നമ്മുടെ ഇതിന്റെ മണ്ടയ്ക്ക്, അതായത് നമ്മുടെ എന്നാ പറയാ ഷീറ്റിന്റെ മണ്ടയ്ക്ക് ചുമ്മാ ഒരു പരീക്ഷണത്തിന് ഷീറ്റിൽ ഒരു തുള അടിച്ചിട്ട് ഈ സാധനം ഇട്ടു. അവിടെ ഇതുവരെയായിട്ട് ഒരു കുഴപ്പമില്ല, അങ്ങനെ വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഒരു കുറെ പരീക്ഷണം നോക്കി ഞാൻ. അപ്പൊ അതിനകത്തിലാണ്, കാരണം നമ്മൾ ഈ വെക്കുന്ന വാട്ടർ പ്രൂഫിങ് ഏതാണോ പ്രൈമറി അതിനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സെക്കൻഡറി ആയിട്ട് ഒരെണ്ണം ചെയ്തിരിക്കണം. കാരണം പ്രൈമറി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഏതാണോ വാട്ടർ പ്രൂഫിങ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ ഈ ദ്വാരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വാട്ടർ പ്രൂഫ് ചെയ്യുന്നു. ആ വാട്ടർ പ്രൂഫ് ചെയ്ത മെറ്റീരിയലിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മണ്ടയ്ക്ക് ഒരു ലെയർ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. അതിന് ഈ പറഞ്ഞ ടാർ ഷീറ്റ് മേടിക്കാനൊക്കെ കിട്ടും, കടയിലൊക്കെ ടാർ ഷീറ്റ് കിട്ടും. അപ്പൊ നമ്മൾ ചെയ്ത വാട്ടർ പ്രൂഫിനെ മണ്ടയ്ക്ക് ഈ ടാർ ഷീറ്റ് ഹീറ്റ് ചെയ്തിട്ട് അതൊന്നൊരു ഇച്ചിരി ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും ടാർ ഷീറ്റ്. അത് മേടിക്കാൻ കിട്ടും. എനിക്ക് ഒന്ന് മീറ്ററിന് എങ്ങാണ്ട് 60 രൂപയേ ഉള്ളൂ. മറ്റേ ടാപ്പ് പ്ലേറ്റിന് 242 രൂപയാണ്. പിന്നെ വരുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, മറന്നുപോയി. ഈ ബാറ്ററി കോമ്പൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും മേടിക്കാൻ. ആ സാധനം അത് മേടിച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും. പിന്നെ ലെഡ് ഉരുക്കി ഒഴിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അത് ഈ ഷീറ്റിലൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. ബാറ്ററി കോമ്പൗണ്ടും അത് തന്നെയാണ്. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിങ്ങിന് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് നമ്മളുടെ ഈ വണ്ടിയുടെയൊക്കെ പുട്ടി അടിക്കുന്ന ഒരു സാധനമുണ്ട്. വണ്ടിക്ക് ഈ പുട്ടി അടിക്കുന്ന ഒരു സാധനം ഇതുണ്ട്. അതിന് പറയുന്ന പേരൊന്നും അറിയത്തില്ല. വണ്ടിക്ക് പുട്ടി അടിക്കുന്ന ഒരു ഇതാണ്. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ പറഞ്ഞേക്കുന്ന ഷീറ്റിന്റെ മണ്ടകൊക്കെ ചോരുന്നതിനൊക്കെ ഒരു പരിഹാരമാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ പാനൽ തമ്മിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്നെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, അതിനും കുറെ മെത്തേഡ് ഉണ്ട്. നമ്മുടെ ഈ ഒരു സൈസ് ഫോം കിട്ടും മേടിക്കാനായിട്ട്. അതിനകത്തിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള UV റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫോമും കിട്ടും മേടിക്കാൻ. 2 തരത്തിലാണ്. അമേരിക്കയുടെ ഒരു സാധനമുണ്ട്. അത് മേടിച്ചിട്ട് ഞങ്ങൾ സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കുന്ന, ഈ ഷീറ്റിന്റെ മണ്ടയ്ക്ക് സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കുന്ന അതാണ്. അതടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടുമിക്ക വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇറങ്ങത്തുമില്ല. അതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങത്തില്ല. അത് ചീത്തയായെങ്കിൽ മാത്രമേ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള വാട്ടർ പ്രൂഫിങ്ങിനകത്തിൽ വെള്ളം ഇത് ചെയ്തുള്ളൂ. ഈ പുറത്ത് കിടക്കുന്ന സെക്കൻഡറി സാധനം കുറഞ്ഞത് ഒരു 4 വർഷം നിൽക്കും. ആ 4 വർഷം കഴിഞ്ഞിട്ടേ നമ്മുടെ മറ്റേത് മെയിൻ ആയിട്ടുള്ള പ്രൈമറി വാട്ടർ പ്രൂഫിങ്ങിനകത്തിലോട്ട് വെള്ളത്തിന്റെ അംശം അടുക്കത്തുള്ളൂ. പക്ഷെ ഇതിന്റെ എല്ലാം പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ പൈസയാ. ഈ വീട്ടുകാരൻ പൈസ തന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാനാ? അപ്പം അതൊരു വലിയ ഘടകമാണ്. ഇപ്പൊ എഞ്ചിനീയറിംഗിന്റെ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഈ സൊല്യൂഷൻ മാത്രം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, പൈസ ഒന്നും തരത്തില്ല ആരും. അപ്പൊ അതുകൊണ്ട് നമ്മളെന്ത് പ്രൈമറിയും സെക്കൻഡറിയും എല്ലാം കൂടെ ഒന്നാക്കിയിട്ട് വലിയൊരു വാട്ടർ പ്രൂഫിങ് ചെയ്തു കൊടുക്കും. ഇതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞേക്കുന്നത് 3 വർഷം കൂടിയിരിക്കുമ്പോ ഈ ദ്വാരം കാരണം നമ്മളൊരു ദ്വാരം തുളച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നുകൂടെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പിന്നെയും വലുതാകുമോ, അല്ലെ അതിന്റെ സ്ട്രെങ്ത് കുറയുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന സാധനം അങ്ങ് നല്ല പ്രോപ്പറായിട്ട് ചെയ്ത് ഈ പറഞ്ഞ സെൽഫ് ത്രെഡ് സ്ക്രൂവിന് പണി കിട്ടും കേട്ടോ. കാരണം അത് ഒരു കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കിന് ആ സാധനം പോവും. ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്കിന് ആ സാധനത്തിന് കംപ്ലൈന്റ് വരാറില്ല. 3 വർഷമൊക്കെ കഴിയുമ്പോൾ വരാറില്ല. കാരണം ഇത് പുറത്തിരിക്കുന്നതുകൊണ്ട് ഈ മിഡിൽ ക്ലാമ്പ് എൻഡ് ക്ലാമ്പിന്റെ അവിടെ ഒക്കെ വെച്ചിരിക്കുമ്പോഴത്തേക്കും ചെറിയ ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ മെയിൻ്റെനൻസിനകത്തിൽ ഉൾപ്പെടുത്തി അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതിനെ ഒന്ന് ഈ സ്പ്രേയുടെ ഒരു സൈസ് ഇത് കിട്ടും, അതായത് സിങ്ക് കോട്ടിംഗ് ആയിട്ടുള്ള ഒരു സ്പ്രേ 320 രൂപയാണ് അതിന്റെ വില. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയകളിലെല്ലാം ഈ സാധനം ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ചാൽ മതി. വലിയ കൊറോഷനായിട്ട് വരത്തില്ല. കൊറോഷനാണ് പ്രധാനമായിട്ട് സ്ട്രക്ചറിൽ വരുന്നത്, അതൊന്നും വരത്തില്ല. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പൊക്കോളും.
സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. അരുണേട്ട, പിന്നെ ഞങ്ങള് ഈ ഷീറ്റുമ്മ എന്താ പറയാ MC അടിച്ചിട്ട് സിലിക്കോൺ ചെയ്യണത്, അത് മതിയോ? സിലിക്കൺ അടിച്ച ഇതെന്തോ വിഷയം അറിയാം. MC ഒരു പ്രധാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ മണ്ടക്കോട്ട് 2 വട്ടം കയറി നടക്കുമ്പോണ്ടല്ലോ ഈ സാധനം അവിടുന്ന് വിട്ടുപോകുന്നേ. കാരണം ഈ പറഞ്ഞ MC ഇതുമായിട്ട് എവിടെയായി ഇപ്പൊ ഈ ഷീറ്റ് താഴുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, MC താന്നു കൊടുക്കും. മനസ്സിലായോ? അങ്ങനെ അവിടെ ഗ്യാപ്പ് വീഴുന്നത്. അല്ലാതെ ഈ MC ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരുന്നോളും, സാധനം അവിടെ ഇരുന്നോളും. പിന്നെ അത് കുഴയ്ക്കുമ്പോഴത്തേക്കിനും പ്രോപ്പറായിട്ട് കുഴച്ചില്ല, കറക്റ്റ് റേഷ്യോയിൽ ഈ സാധനം കുഴച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഇത് കറക്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ആക്യുറേറ്റ് ആയിട്ട് കെമിസ്ട്രി ലാബിലൊന്നും പറയുന്ന മാതിരിയല്ല. എടുക്കുന്ന സാധനത്തിന് അതിൽ മറ്റേ 2 എണ്ണം മിക്സ് ചെയ്യുമല്ലേ, അപ്പൊ അതിനകത്തിൽ ഒരെണ്ണം കുറച്ചും മറ്റേത് കൂടുതലും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രശ്നമുണ്ട്. അപ്പൊ അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ഒരു ഇച്ചിരി വെള്ളം തൊട്ട് അതിനെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രശ്നമാണ്. അന്നേരം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റിന്റെ ചെയ്യുമ്പോൾ ഈ ഷീറ്റിന്റെ അടിയിലുണ്ടല്ലോ, ഈ ഷീറ്റ് താന്നു കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു നിങ്ങൾ ആ ചെയ്യുന്ന ഇവിടെ എന്തെങ്കിലും ഒരു ഈ അലൂമിനിയം ഫാബ്രിക്കേഷന്റെ L ചാനൽ കിട്ടും. ആ L ചാനൽ മേടിച്ചിട്ട് ഒരു സ്ക്വയർ അടിക്കുകയാണെങ്കിൽ ഈ ഷീറ്റ് അവിടെ താന്നു കൊടുക്കാതിരിക്കും. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് പറയാം. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അതായത് നമ്മൾ ഷീറ്റ് താന്നു കൊടുക്കുമ്പോഴേ ഈ MC ഒന്ന് താഴുവന്നേ. പിന്നെ ഈ സിലിക്കൺ എന്ന് പറയുന്ന സാധനമാണെങ്കിൽ ഈ MC പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ അന്നേരം ഈ താന്നു കൊടുക്കുമ്പോ ഇതങ്ങ് വിട്ടുപോകും. കാരണം ഈ പറഞ്ഞേക്കുന്ന ഇതുമായിട്ടല്ലേ ഉള്ളു. ഇതുണ്ട് ഞങ്ങളിപ്പം വേറൊരു മെത്തേഡിലോട്ട് ഇങ്ങനെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുവോ. 2 ഇടത്ത് നോക്കി, വലിയ കുഴപ്പമില്ല. സക്സസ് ആണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നാളെ എല്ലാവരും കൂടെ വിളിച്ച് എന്നെ തെറി വിളിക്കും. അടുത്ത ക്ലാസ്സിൽ വല്ല എപ്പോഴേലും പറയാൻ പറ്റുവാണെങ്കിൽ പറയാം. പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. നമ്മുടെ ഈയത്തിന്റെ ഒരു പരിപാടിയാണ്. ഈയ ഉരുക്കി സംഭവം എളുപ്പമാണ്, അവിടെ കിടന്നോളും. ഈ പറഞ്ഞേക്കുന്ന നമ്മളുടെ ഈ ഷീറ്റ് ഉണ്ടല്ലോ, ഷീറ്റിന്റെ അടിയിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തു നോക്ക്. ഷീറ്റ് തുളയ്ക്കുവാണെങ്കിൽ ഷീറ്റിന്റെ അടിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു എൽ ചാനൽ മേടിച്ച് കറക്റ്റ് ആംഗിൾ കട്ട് ചെയ്ത് ആ കാലത്രയും അങ്ങ് ഇത് ചെയ്യണം. അതായത് കറക്റ്റ് 0-യിൽ കട്ട് ചെയ്യണം. ഒരു ട്യൂബ്, അതായത് ഇതുപോലത്തെ ഒരു ട്യൂബ് ആയിരിക്കും നമ്മളിപ്പോൾ ഇറക്കുന്നത്. ഈ ട്യൂബ് ഇറക്കുവാണെങ്കിൽ ഈ ട്യൂബിന് കറക്റ്റ് ഈ ട്യൂബ് താഴെ ആയിരിക്കുമെന്ന് വിചാരിക്കുക. ഇതിന്റെ മണ്ടയ്ക്കാണ് ഷീറ്റ്, ഇതിന്റെ മണ്ടയ്ക്കാണ് ഇങ്ങനെ ഷീറ്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഷീറ്റിന്റെ ടോപ്പ് പോർഷനിലാണ് വാട്ടർ പ്രൂഫ് ചെയ്യുക. അപ്പം നമ്മളുടെ ഫാബ്രിക്കേറ്റർ നല്ലൊരാളാണെങ്കിൽ ഈ കറക്റ്റ് അളവിൽ തന്നെ അവൻ കട്ട് ചെയ്തെടുക്കും. അപ്പൊ ഇവൻ ഈ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ താഴത്തെ പോർഷനിൽ ഒരു L ആംഗിൾ ഇട്ട് കറക്റ്റ് ഈ ഫ്രെയിമിൽ ഒരു ഫ്രെയിം അടിക്കണം. എന്നിട്ട് അത് ആ ഷീറ്റയിലോട്ട് വെച്ച് ഡ്രിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ പറ്റി പിടിച്ചിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടോപ്പിൽ നമ്മളുടെ ഈ ലെഡ് ഉണ്ടല്ലോ, ലെഡ് ഉരുക്കിയിട്ട് അത് ഇച്ചിരി ഈയക്കട്ട ഉരുക്കിയിട്ട് എടുത്തൊന്ന് ഒഴിച്ചത് ഫില്ല് ചെയ്യുവാണെങ്കിൽ അത്രയും പോർഷൻ ആണെങ്കിൽ ഇത് ചെയ്യാം. എന്നിട്ട് അതിനെ ഒന്ന് എന്തെങ്കിലും ഒരു ഇതിട്ടൊന്ന് പ്രൊട്ടക്ട് ചെയ്യുവാണെങ്കിൽ ഈ സാധനം ഇരുത്തത്തുമില്ല, അവിടെ കാണും. പരീക്ഷിച്ച് നോക്കിയതാ, പുതിയ കാര്യം നോക്കിയതാ. ഷീറ്റിന്റെ മണ്ടയ്ക്ക് ഏറ്റവും കൂടുതൽ പണി വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയതാ. പൈസ ഇച്ചിരി കൂടുതലാണ്, മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൈസ കൂടുതല. പക്ഷെ കുഴപ്പമില്ല, വലിയ തരക്കേടില്ലാത്ത രീതിയിൽ പോകും. എല്ലാരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MC ഇടുക, ഞാൻ ഈ പറഞ്ഞ കൂട്ട് ഒന്നെങ്കിൽ ട്രാപ്പ് ക്രേറ്റും ഒന്നെങ്കിൽ ടാപ്പ് ക്രേറ്റോ വൈറ്റ് സിമെന്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു കരിഞ്ചില് മാതിരി ഇരിക്കും, MC മാതിരി തന്നെ ഇരിക്കും, ഭയങ്കര ബലമാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ പോത്തില്ല. പിന്നെ ഈ പറഞ്ഞ ബാറ്ററി കോമ്പൗണ്ട് ഈ പറഞ്ഞ രീതിയിലാണ്, ഞാൻ പറഞ്ഞ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ചോരില്ല. ഈ GA അലൂമിനിയം ആണെങ്കിൽ വിഷയമില്ല. ഈ പറഞ്ഞ മറ്റേ GAയുടെ ഷീറ്റ് ആണെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ചോണം, തുരുമ്പടിക്കും. പിന്നെ വേറെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മണ്ടയ്ക്കിട്ട് വല്ലതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പൊടി ഈ പറഞ്ഞ GAയുടെയോ അലൂമിനിയത്തിന്റെ ഷീറ്റിന്റെ മണ്ടയ്ക്ക് കിടക്കും, അത് പോവില്ല. അത് അവിടെ കിടന്ന് തുരുമ്പിച്ച് ആ ഷീറ്റിനെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയും. അപ്പൊ അതൊക്കെ തൂത്ത് കളയുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാനായിട്ട്. അതൊക്കെ ഓരോ അനുഭവം വരുമ്പോഴാണ് പഠിക്കുന്നത്. അരുൺ പടം ഇട്ടാ? ആ പടം ഇട്ടോ. പടം ഉണ്ടോ? സിനിമയാണോ?
ഇത് ഒരു സ്ട്രക്ചറാണ്. ഇപ്പൊ ഈ അടുത്തിടയ്ക്കാണ് ഇവിടെ ചെയ്തത്, കൊല്ലത്ത് ചെയ്തേക്കുന്ന ഒരു സ്ട്രക്ചറായത്. ഇത് നമ്മൾ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 2 സൈഡിൽ കൂടെ വാക്ക് വേ ആണ് അവർക്ക് ക്ലീൻ ചെയ്യാനായിട്ട്. കാരണം ഇപ്പൊ എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ വാക്ക് വേക്ക് ഉയരം കൂട്ടാത്തതെന്നുള്ളത്. ഈ പടം പ്രത്യേകം എടുക്കാൻ കാരണം അതാ. ഇതിങ്ങനെ കയറി പോകും, സ്ലോപ്പിനനുസരിച്ച് കയറി അങ്ങ് എൻഡ് വരെ പോകും. ഒരാള് ഇതിനകത്തിൽ നിന്ന് പണിയുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് ഉയരം കൂടുമ്പോഴത്തേക്കിന് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് കാരണം വീഴാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പോർഷനിൽ സപ്പോർട്ട് കൊടുത്തു. പാനലിൽ ഒരിക്കലും അയാൾ കയറി ഇത് ചെയ്യരുത്. ഈ ഒരു പോർഷനിൽ തന്നെ അയാള് നിന്ന് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും താത്ത് കൊടുത്തത്. ഈ ഒരു രീതിയിൽ അതൊരു വാക്ക് വേ പ്രൊവൈഡ് ചെയ്ത ഒരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തതാണ്. ഒരു ജസ്റ്റ് ഒരു വാക്ക് വേ കൊടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തതാണ്. ഈ ഒരു പാനൽ ഇൻസ്റ്റലേഷൻ ചെയ്ത് വരുന്നത്. അങ്ങനെ മാറ്റിയോ? ഇത് ഷീറ്റിനെ ഉണ്ടെങ്കിൽ ചെയ്തേക്കുന്നതാണ്. ഇത് നമ്മള് ഷീറ്റിൽ നിന്ന് ഉയർത്തിയേക്കുക. അണ്ട് ഇതിനകത്ത് കാരണം ചേട്ടാ അതൊന്ന് സൂം ചെയ്ത് അതിന്റെ ഐസ്ക്രീം പോലൊരു സാധനം ഇരിക്കുന്നുണ്ടോ, അവിടോട്ടൊന്ന് സൂം ചെയ്യാമോ? അല്ല, ഇപ്പുറത്ത് ഇങ്ങോട്ട് വരട്ടെ, ഇപ്പുറത്തെ സൈഡിലോട്ട്, റൈറ്റിലോട്ട് താഴെ കാലിന്റെ അവിടെ. ഇത് ഈ രീതി വാട്ടർ പ്രൂഫ്, ഞാൻ പറഞ്ഞ രീതി വാട്ടർ പ്രൂഫ് ചെയ്തേക്കുന്നതാണ്. താഴോട്ടെടുത്തേ. ഇത് ഈ സാധനം ഞാൻ പറഞ്ഞ കൂട്ട് വാട്ടർ പ്രൂഫ് ചെയ്തേക്കുന്നതാണ്. ഇത് 0-യിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ മറ്റേ പ്രഷർ വാഷർ ഇട്ട് വരെ അടിച്ചു നോക്കി, ഒരു കുഴപ്പമില്ല, പ്രോപ്പറായിട്ട്. കാരണം ഇത് കസ്റ്റമർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അത് സൂം ഔട്ട് ചെയ്യോ? ഇത് കസ്റ്റമർക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഷീറ്റേലിൽ പറ്റിയിരിക്കണം, വീടിന് വൃത്തികേട് വരരുത്. അപ്പൊ ഞങ്ങൾ ജന്മം ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റെ പറ്റി പിടിച്ച് ചെയ്യത്തില്ല. ഷീറ്റയിലോട്ട് ചേർത്ത് വെച്ച് ചെയ്യാൻ ഞങ്ങൾ സമ്മതിച്ചില്ല. ഇന്ന കാര്യമുള്ളതുകൊണ്ടാണ് ഷീറ്റയിലോട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നിന്ന് ചോർച്ച വന്നു കഴിഞ്ഞാൽ ഈ ഷീറ്റ് മൊത്തം മാറ്റി കൊടുക്കണമെന്നുള്ള ഒരു കണ്ടീഷൻ പറഞ്ഞു. അങ്ങനെ ഒരു വെല്ലുവിളി എടുത്ത് ചെയ്തൊരു സൈറ്റായത്. അപ്പൊ അന്നാണ് ഞങ്ങൾ സത്യം പറഞ്ഞ ഈ വാട്ടർ പ്രൂഫിങ്ങിന്റെ ഒരു കൂടുതലായിട്ട് ഇതിനെ പഠനവിധേയമാക്കിയത്. അങ്ങനെയാണ് ഈ ഒരു സ്ട്രക്ചറിലോട്ട് എത്തുന്നത്. അത്യാവശ്യം ഇന്നിപ്പം ഈ സൈറ്റാണ് ഞങ്ങൾ കമ്പയർ ചെയ്യുന്നത് വേറെ ഷീറ്റുമായിട്ട് ചേർത്ത് വെച്ചൊരു സൈറ്റുമായിട്ട്. അവിടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണിക്കുന്ന ഈ ഒരു സൈറ്റിൽ ഏതൊരു കാലാവസ്ഥയാണെങ്കിലും എങ്ങനെ ആയാലും ഒരു 20 യൂണിറ്റ് 5 കിലോവാട്ടാണ്, ഒരു 20 യൂണിറ്റ് എങ്ങനെയാലും മിനിമം കിട്ടും. നല്ലൊരു വെയിലുള്ള നല്ലൊരു ക്ലൈമറ്റ് ആണെങ്കിൽ 26 യൂണിറ്റ് വരെ കയറും. അത് നോർമലും നമ്മുടെ പെർക്ക് പാനലാണ് ഉപയോഗിച്ചേക്കുന്നത്. എന്നിട്ട് ഒരു 26 യൂണിറ്റ് കയറുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ഒരു പ്രൊഡക്ഷൻ നമുക്ക് അവിടെ കിട്ടി. അതേസമയം ഷീറ്റുമായിട്ട് പറ്റി പിടിക്കുന്ന സൈഡിൽ 20 വരെ കരഞ്ഞാണ് കയറുന്നത്. കരഞ്ഞാണ് വരുന്നത് 20 വരെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വിഷമിച്ചാ കയറുന്നത്. ചിലടത്ത് കിട്ടും, ചിലടത്ത് കിട്ടത്തില്ല. അതെല്ലാം ഓരോ ഇതാ. പിന്നെ ഇവിടെ ഞങ്ങൾ വാക്ക് വേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് സെൻട്രലായിട്ട്. ഇതൊരു വാക്ക് വേ അങ്ങനെ കൊടുത്താൽ പ്രധാനമായിട്ട് ഇത് വാട്ടർ പ്രൂഫ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമുക്ക് ഏറ്റവും കൂടുതൽ കാലിച്ച വരുന്ന ഈ പറഞ്ഞേക്കുന്ന ഈ ഇടയ്ക്ക് ചെയ്യുമ്പോഴാണ്. അതായത് ഈ ഷീറ്റിന്റെ ഒരു ബൾജിങ് ഉണ്ടോ, ആ ബൾജിന്റെ അവിടെ കട്ട് ചെയ്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും ലീക്ക് കുറയും. ലീക്ക് വലുതായിട്ട് വരുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു സ്ക്വയർ ട്യൂബോ മറ്റുള്ള കാര്യങ്ങളോ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിനകത്തിൽ ഇറങ്ങിയിരിക്കാൻ പാടാണ്. അപ്പം നിങ്ങൾ ഒരു മാക്സിമം ഒരു 3-1.5 3-1.5 ചെയ്യാം. 3-1.5 ഇട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു ബൾജിന്റെ അവിടെ ചെന്ന്, അതായത് പാത്തി കഴിഞ്ഞിട്ട് ആ ഒരു ഇത് പൊങ്ങിയും താന്നല്ലേ ഇരിക്കുന്നത്, ആ ഉയരം കൂടിയ പ്രതലത്തെ കട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരിക്കലും വെള്ളം ലീക്ക്, കാരണം വെള്ളം ഒലിച്ചിറങ്ങുന്ന എപ്പോഴും ഇപ്പുറത്തെ ആ ഒരു സൈഡിൽ കൂടെ ആയിരിക്കും, ആ നടുക്ക് കാണുന്ന പാത്തി കൂടെ ആയിരിക്കും. അപ്പൊ പാത്തിക്ക് മുകളിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ലീക്ക് വരാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര കുറവാണ്. അപ്പൊ അതാണ് ഈ ഒരു ഇതെടുക്കാനായിട്ടുള്ള കാര്യമേ. മാറ്റമാണ് ചേട്ടാ. ഇതിനകത്തിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഒന്ന് പോസ് ചെയ്യാവോ? ഇത് ഈ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള്
ഇതിന്റെ ഓണർക്ക് ആർക്കിടെക്ട്, അതായത് വീടിന്റെ ഭംഗി പോകരുതെന്ന് ഭയങ്കര കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണ്ടയ്ക്ക് വെച്ചിട്ട് എനിക്ക് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞ രീതിയിലാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അതിനകത്തിൽ നമ്മുടെ സജഷൻസും എടുത്തിട്ടുണ്ട്. ഒരു 10 കിലോ വാട്ട് ഇത് ചെയ്തേക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഡയറക്ഷനിലും പാനൽ വെച്ചിട്ടുണ്ട് ഇത്. അപ്പം ഇതിനകത്തിൽ പ്രൊഡക്ഷനകത്തിൽ നമ്മൾ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ ചെയ്തതാണ്. അതായത് ഒരു പല ഡയറക്ഷനിലായതുകൊണ്ട് ഒന്ന് പഠിക്കാം എന്ന് വെച്ചാൽ, കാരണം നമ്മളൊരു 3 ഡയറക്ഷനിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു 2 ഡയറക്ഷനിൽ ചെയ്യുന്ന സിസ്റ്റമാണ്. ഇതിനകത്തിൽ നമുക്ക് കിട്ടി നോക്കിയപ്പോൾ 10 കിലോ വാട്ട് നമുക്കൊരു കറക്റ്റ് ആ ഒരു 10 കിലോ വാട്ട് തന്നെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. പാനലൊന്നും എക്സസ് കയറ്റിയിട്ടില്ല. നമ്മൾ അത്യാവശ്യം ഇതാണ് എടുത്തേക്കുന്നത്. അപ്പം മെറ്റീരിയൽ രാഹുലിന്റെ എടുക്കുന്ന ABB ആണ് എടുത്തിരിക്കുന്നത്. ABBയുടെ ഇൻവെർട്ടർ തന്നെ ഉപയോഗിച്ചേക്കുന്നത്. അത്യാവശ്യം ഇത് നല്ല പ്രൊഡക്ഷനാണ്. അത്യാവശ്യം നമുക്കൊരു 45, എനിക്കൊന്നും പീക്ക് അടിച്ചേക്കുന്നത് 48 പീക്കിൽ വന്നേക്കുന്നത്. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡയറക്ഷനാണ് ഇത് വന്നേക്കുന്നത്. 2 ഡയറക്ഷനിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എന്നാൽ ഇതിന്റെ സ്ലോപ്പ് എല്ലാം പല സ്ലോപ്പിലാണ് ഇട്ടേക്കുന്നത്. അതായത് 9 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 12 വന്നിട്ട് അത് സ്ലാൻഡിങ്ങുമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അസിമത്ത് നമ്മൾ മാറ്റി ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ അസിമത്ത് മാറ്റിയാ ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്തത്. എന്നാലും ഭയങ്കര എഫിഷ്യൻസിയാണ്. നല്ല എഫിഷ്യൻസിയാണ്. നമുക്കത് കുറവ് കാണിച്ചിട്ടില്ല ഒന്നിനുമേ. ഞങ്ങളത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 2 സൈറ്റ് ഉണ്ട്. ഞങ്ങളിങ്ങനെ ഒരു 3 ഡയറക്ഷനിൽ ചെയ്തിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്തിൽ യൂസ് ചെയ്യാം. പക്ഷെ പാനൽ വന്നിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഹാഫ് കട്ടാണ്. അപ്പൊ അതിന്റെ ഒരു എഫിഷ്യൻസി വേറെ ഉണ്ട്. അതിന്റെ ഒരു ഗുണം വേറെയുണ്ട്. തുടർന്നോ? ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണത്തില്ല. പുള്ളിക്കാരൻ അതായിരുന്നു കണ്ടീഷൻ. ഏതൊക്കെ ആംഗിളിലായിരുന്നു വെച്ചിരിക്കുന്നത്? അതിരിക്കുന്നത് സൗത്ത് ഫേസിങ്ങിലാണ്. ഒരെണ്ണം രണ്ട് ഇത് സൗത്ത് ഫേസിങ്ങിലാണ്. അപ്പം അതിനകത്തിൽ ഞങ്ങൾ ചെയ്തേക്കുന്ന സ്ട്രിങ് 2 സ്ട്രിങ് ഉണ്ട്. 2 സ്ട്രിങ്ങിനെ മാറി മാറി ആയിട്ടേക്കുന്നത്. ഇപ്പുറത്തോട്ട് ഒരെണ്ണം അസിമത്ത് ഒരു 16 ഡിഗ്രിയിൽ മാറി ഇരിപ്പുണ്ട്. അത് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൗത്ത് ഫേസിങ്ങിൽ 9 ഡിഗ്രിയിൽ അസിമത്ത് ഒരു 16 വെച്ചിട്ട് പടിഞ്ഞാട്ട് ഒരു 7 ഡിഗ്രി സ്ലോപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെയാ. അതായത് ഇത് സൗത്ത് ആണെങ്കിൽ ഇത് ഇങ്ങനെ സൗത്ത് ഫേസിങ്ങിൽ ഇരിക്കുന്ന സാധനം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇച്ചിരി ചരിഞ്ഞായിരിക്കും ഒരെണ്ണം ഇത് പ്യുവർ ഈസ്റ്റ് ആയിരിക്കുന്ന ഒരെണ്ണം. പിന്നെ ഒരെണ്ണം ഇരിക്കുന്നത് അങ്ങനെ ആയിരിക്കും. ബാക്കി 2 എണ്ണം. അപ്പൊ ഞങ്ങള് ഒരു സ്ട്രിങ്ങിൽ ഈസ്റ്റും കയറ്റി, ഒരെണ്ണത്തിനകത്തില് മറ്റേ ഇതിലോട്ട് കിടക്കുന്നതും കയറ്റി. അങ്ങനെയാ ചെയ്തേക്കാം. പിന്നെ ഒരെണ്ണം ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറൊരെണ്ണം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്ത് കയറുന്ന ഒരെണ്ണം ചെയ്തായിരുന്നു. അവിടെ ഭയങ്കര എഫിഷ്യൻസിയാണ്. അത് വലിയൊരു എഫിഷ്യൻസി കിട്ടുന്നത്. അത് അത്യാവശ്യം നല്ല. ഞങ്ങൾ 3 സൈഡിലും ഇട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഇതിനെ എല്ലാം കൂടെ ഈ പറഞ്ഞേക്കുന്ന എല്ലാ ഈ സിസ്റ്റത്തിനെയും എല്ലാ ഇൻസ്റ്റലേഷന്റെ ഓരോന്നിനെയും എടുത്തിട്ട് ഞങ്ങൾ ഒരു 6 ഇൻവെർട്ടറിനെയും 6 കാറ്റഗറി പാനൽസിനെയും എടുത്തിട്ട് ഞങ്ങൾ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവന്ന് അതിനെ മോണിറ്റർ ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ ഓരോന്നിനെ നോക്കുന്നുണ്ട് എഫിഷ്യൻസി എങ്ങനെയാണ് കുറയുന്നത്. അപ്പൊ അത് ഒരു പാനൽ ക്ലീൻ ചെയ്യുന്നതിന്റെ ഒരു അനുബന്ധമായിട്ട് ഞങ്ങൾ ചെയ്തൊരു പ്രൊജക്റ്റാണ്. ഒരു സോഫ്റ്റ്വെയറിനകത്തിൽ ഞങ്ങൾ അതിനെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്.
എങ്ങനെയാണ് അത് മോണിറ്റർ ചെയ്യുവാണ് സിസ്റ്റത്തിനെ. അപ്പൊ അതനുസരിച്ച് നമ്മൾ സിസ്റ്റത്തിനകത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം ഇന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കോമ്പറ്റീഷനും ആയതുകൊണ്ട് യൂണിക്കായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ല. കാരണം നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് കണ്ടമാനം പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ വരുന്നുണ്ട്. ആ മാർക്കറ്റിൽ വരുന്ന പ്രൊഡക്റ്റിനകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ഒന്ന് നോക്കിയിട്ട് ഇനിയിപ്പം ബാക്കിയുള്ള ഇതുമെല്ലാം നിയമമെല്ലാം മാറാൻ പോകുന്നു. അപ്പൊ അതിനകത്തിൽ നമുക്ക് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ എടുക്കാൻ വേണ്ടി ഒരു പഠിക്കാൻ വേണ്ടി, വേറെ ഒന്നുമില്ല, പഠിക്കാൻ വേണ്ടി, പ്രധാനമായിട്ടും പഠിക്കാൻ വേണ്ടിയാണ് അതിനെ അങ്ങനെ ചെയ്തത്. ഇങ്ങനെ ഇത് ചെയ്തത് പല മെത്തേഡിലും കസ്റ്റമറായിട്ട് കൊണ്ട് തരുന്നതാണ്. നമുക്ക് പഠിക്കാനായിട്ട് സ്വന്തമായിട്ട് ഇതില്ലാതെ കൊണ്ട് കസ്റ്റമർ തന്നെ പറയും ഇന്ന രീതി ചെയ്തോ. അപ്പൊ നമുക്ക് ഒരിക്കലും സ്പേസ് പണ്ട് സൗത്ത് ഫേസിങ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അവോയ്ഡ് ചെയ്ത് പോയിട്ടുണ്ട് നമ്മള്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ഏത് ഇതിലായാലും ഷെയ്ഡിങ് ആയാലും പ്രശ്നം വന്നു കഴിഞ്ഞാലും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് കസ്റ്റമറിന് വരാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഞങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ ഷെയ്ഡുള്ള ഏരിയയിലും ഏത് രീതിയിൽ ചെയ്യാം, എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബെനിഫിറ്റ് വരും എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ ഒപ്റ്റിമൈസർ വെച്ചിട്ടല്ലേ ഷെയ്ഡിങ് ഉള്ള ഏരിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില്ലാതെ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സിസ്റ്റത്തിനെയാണ് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഊന്നൽ കൊടുത്തേക്കുന്നത്. അരുണേട്ട, ഇത് ബിസിനസ് സംബന്ധമായിട്ടൊരു സംശയം ചോദിക്കുന്നതാണ്. ഇപ്പൊ അരുണേട്ടന്റെ ഇപ്പൊ സിസ്റ്റം ഞാൻ കണ്ടു, ഒരു 10-20% കൂടുതൽ ഉള്ള പോലെ തോന്നി. ഇപ്പൊ 5 കിലോ വാട്ടിന്റെ. അല്ല അതെന്താ അറിയോ, 5 കിലോ വാട്ട് വന്നിട്ട് നമ്മള് അത് ചെയ്തിട്ട് അതിന്റെ ബാക്കി ഇരിക്കുന്ന ഓഫ് ഗ്രിഡാണ്. ഓക്കെ ശരി. കാരണം ഞങ്ങളൊരു ചെറിയൊരു ഹൈബ്രിഡ് മാതിരി സെറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന കുറച്ച് ഓഫ് ഗ്രിഡ് പാനൽ, കാരണം ഒറ്റ അലൈൻമെന്റ് കയറ്റാൻ വേണ്ടി ചെയ്തേക്കുന്നത്. അത് 4 ചില്ലറേ ഉള്ളൂ, 5 പൂർണ്ണമായിട്ടും 5. ഓക്കെ സാർ, ഞാൻ എന്താ വെച്ചാലേ ഇപ്പത്തെ ഇതില് കിലോ വാട്ട് പറയുമ്പോ ഇല്ല കാരണം അത് ബാക്കി ഇരിക്കുന്ന ഓഫ് ഗ്രിഡാ. കാരണം അങ്ങേ മൂലയ്ക്ക് ഒരു ഷെയ്ഡ് കണ്ടില്ലായിരുന്നു, ആ ഒരു ഷെയ്ഡ് വീഴും അങ്ങേ മൂലയ്ക്ക്. അപ്പൊ ആ പോർഷനിൽ ഞങ്ങൾ ഓഫ് ഗ്രിഡ് കയറ്റിയിട്ട് അവരുടെ കൺസംഷന് പകൽ സമയത്ത് മൊത്തം അതിനകത്തിൽ കയറ്റി വിട്ടു. എന്നിട്ട് പകൽ സമയത്ത് മൊത്തം ഓഫ് ഗ്രിഡിൽ ആ ഒരു കൺസംഷൻ അവരുടെ പോകും. അപ്പൊ ബാക്കിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ നൈറ്റിലായിരുന്നു കൺസംഷൻ വരുന്നത്. അപ്പൊ അവർക്ക് ഞങ്ങൾ ആ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അവർക്ക് വീല് ചെയ്യണം. അതായത് വീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഇത്ര യൂണിറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒരു ഓഡിറ്റിന് നമ്മൾ അവരുടെ ഒന്ന് ഇത് ചെയ്തപ്പോഴത്തേക്കിന് അവർക്ക് വൈകുന്നേരത്തെ ലോഡ് കൂടും. കാരണം വൈകിട്ടാകുമ്പോഴത്തേക്കിന് എല്ലാവരും ഇരിക്കും, 2 വെള്ളമൊക്കെ അടിച്ച് ഒരു AC ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് കിടന്നുറങ്ങും. ഒരു AC ഇടും, ഭയങ്കര ലോഡ് വരും. വൈകുന്നേരത്തില്ല ലോഡ് വരുന്നത്, പകൽ സമയത്ത് വലിയ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ പകൽ സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഓഫ് ഗ്രിഡിൽ ഓടിക്കാൻ വേണ്ടി 1 കിലോ വാട്ട് ഇവിടെ ഓഫ് ഗ്രിഡ് കയറ്റിയാണ്. 1 കിലോ വാട്ട് കയറ്റിയിട്ടുണ്ട് ഓഫ് ഗ്രിഡ് 1 കിലോ വാട്ട് കയറ്റിയിട്ട് അതിനകത്തിൽ മൊത്തം പകൽ സമയത്ത് മൊത്തം അവരുടെ കൺസംഷൻ മീറ്റ് ചെയ്യും. പിന്നെ നമ്മളുടെ ഇത് ലൈനിൽ നേരെ ബാക്കിയുള്ളതെല്ലാം കയറിപ്പോ അവർക്ക് വീല് ചെയ്യാം. അതിനുവേണ്ടി ചെയ്തൊരു സിസ്റ്റം അത്. അതാ ഒറ്റ അലൈൻമെന്റ് കിടക്കണം. ഇപ്പം പുതിയതായിട്ടുള്ള സ്ട്രക്ചർ മെറ്റീരിയൽ, പുതിയ ഏതെങ്കിലും ടൈപ്പ് മെറ്റീരിയൽസ് വരുന്നുണ്ടോ? പുതിയ എന്തെങ്കിലും പുതിയത് വരുന്നത്, സ്ട്രക്ചർ വരുന്നത് പുതിയത് ഇപ്പൊ ഏതാ വരുന്നത്? പുതിയ ഇപ്പൊ ഒട്ടിക്കുന്ന വരുന്നുണ്ട്. ഒട്ടിക്കുന്ന നമ്മളിപ്പോ ഒരു മഹേന്ദ്രയിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഒരു 300 കിലോ വാട്ടിന് നമ്മളതാ ചെയ്തേക്കുന്നത്. അതിന്റെ ഫോട്ടോ ഞാനിപ്പോ കണ്ണൻ ഷെയർ ചെയ്യാം. എന്റെ ലാപ്പിലില്ല, അത് ഫോണിലാണ്, ഞാൻ ഷെയർ ചെയ്താണ്. അത് ഒട്ടിക്കുന്ന ടൈപ്പ്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ ഒട്ടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാന്നേ. ഞാൻ അതിനകത്തില് എതിരാ. കാരണം എതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് എതിരെന്നല്ല. പക്ഷെ ഷീറ്റിൽ ഒട്ടിക്കുന്ന മിക്കവാറും എണ്ണത്തിന് ഇത് കണ്ടിട്ടുണ്ട്. ഒട്ടിക്കുന്ന അത് കുഴപ്പമില്ല, അവര് ഗ്യാരണ്ടി ഒക്കെ പറയുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം പറയുന്നുണ്ട് അവര്. ഞാൻ ഇപ്പൊ ചെയ്തുതരാം. രാഹുൽ, പുതിയ മെറ്റീരിയൽ വല്ലതും അവൈലബിൾ ആണോ?
മാർക്കറ്റില്? അലൂമിനിയത്തിന്റെ ഒരു കോമ്പിനേഷൻ. അത് നമ്മുടെ ഇലക്ട്രിക് പാനലിന്റെ ഉള്ളിലേക്ക് വരുന്നത് ബാക്ക് ഷീറ്റ് ഒക്കെ വരുന്ന ആ മെറ്റീരിയൽ. അപ്പൊ അത് തുരുമ്പ് അങ്ങനെ വോളിയം കുറവാണെന്ന് തോന്നുന്നു. ഞാൻ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ടുള്ള അത് ആ മെറ്റീരിയലാണ് ഇപ്പൊ വന്നേക്കണ ലേറ്റസ്റ്റ് ആയിട്ട്. ഹോട്ട് ഗാലനൈസ്ഡ് ഉണ്ട്. പിന്നെ പോസ്മാക്സ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്. അത് അതിന് ഗുണം എന്താന്ന് വെച്ചാൽ ഹോൾ ഇട്ടാലും നമ്മള് അത് തന്നെ ക്യൂർ ആവും. അവിടെ ഒന്ന് തുരുമ്പെടുത്ത് തുടങ്ങുമ്പോഴത്തേക്കും അത് കവറിൽ ക്യൂർ ആവും. പക്ഷെ അത് റീലബിലിറ്റി കുറവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഗാൽവാല്യൂം എടുത്തത്. ഇപ്പൊ ഉള്ള മെഗാവാട്ട് സ്ട്രക്ചേഴ്സിലെല്ലാം ഗാൽവാല്യൂം ആണ് ഉപയോഗിക്കുന്നത്. അതിന് സ്ട്രെങ്ത് കൂടുതലാണ്. ഇപ്പം മറ്റേതിന് 350 ഇത് വരുമ്പോ ഇതിന് 535 ഇത് സ്ട്രെങ്ത് ഉണ്ട്. അപ്പം ഒരേ തിക്നെസ്സിൽ ഇതിന് സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പം വെയിറ്റ് കുറവ് മതി. അപ്പൊ അത് നമ്മളിപ്പോ സി ചാനലില് പ്രീ ഡ്രിൽഡ് ആയിട്ടുള്ള സി ചാനലില് 5 എണ്ണം ഒക്കെ വെക്കുന്നതൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അത് നേരെ നമുക്ക് വേറെ സി ചാനലോ അല്ലെങ്കിൽ സ്ക്വയർ ട്യൂബിലോ വെച്ചിട്ട് ഇത് നേരെ ബോൾട്ട് ചെയ്യാം. അല്ലെങ്കിൽ വെൽഡ് ചെയ്യുവാണെങ്കിൽ അത് വെൽഡ് ചെയ്തിട്ട് പെയിന്റ് ചെയ്യേണ്ടി വരും. സി ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും പെയിന്റ് എത്തും. അല്ലെങ്കിൽ വെൽഡ് ചെയ്യുന്നിടത്തെ മറ്റേ സ്ക്വയർ ട്യൂബിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം അകത്ത് കയറിയിട്ട് നമ്മൾ പുറത്ത് മാത്രമല്ല പെയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബോൾട്ട് ചെയ്യുന്ന സ്ഥലത്ത് കൂടിയൊക്കെ വെള്ളം ഇറങ്ങണ ഒരു പ്രശ്നമുണ്ട് സ്ക്വയർ ട്യൂബില്. അപ്പം ചിലര് സ്ക്വയർ ട്യൂബിലേക്ക് നേരെ സെൽഫ് ബോൾട്ട് അടിച്ചിട്ടാണ് പാനൽ പിടിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ആ ഹോളിൽ കൂടി തുരുമ്പ് പിടിക്കാറുണ്ട് സ്ക്വയർ ട്യൂബ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈ സി ചാനലാക്കി. അപ്പൊ സി ചാനല് ഗാൽവാല്യൂം ആയതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പെടുക്കില്ല. നിങ്ങക്ക് അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സി ആയതുകൊണ്ട് അകത്തും നമുക്ക് പെയിന്റ് എത്തും. ഇത് തുരുമ്പെടുക്കില്ല. കാരണം പവർ വലിയ മെഗാവാട്ട് സ്കെയിലൊക്കെ ഇത് തന്നെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും പെയിന്റ് ഇല്ലെങ്കിലും തുരുമ്പെടുക്കില്ല. വെൽഡിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതിന്റെ ആ കോട്ടിങ് പോവുക. അപ്പം അതൊരു റിലയബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഹോട്ട് ഡിപ്പ് ഗാലനൈസ്ഡ് വന്നത് നമ്മൾ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഡിപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് കട്ട് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അതിന് തുരുമ്പെടുക്കില്ല. 80 മൈക്രോൺ തിക്നെസ് എന്നുള്ള രീതിയിൽ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻസിന് ആണ് നമ്മളത് ഫോക്കസ് ചെയ്യുന്നത്. വിലയും അങ്ങനെ കൂടുതലല്ല. ലേബറും നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനം കിട്ടുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയില്ല അത് എക്സ്പെൻസീവ് ആണെന്ന്. പിന്നെ വെൽഡറിനെ ഒന്നും ആശ്രയിക്കാതെ നമുക്ക് ചെറിയ ചെറിയ സിസ്റ്റംസ് നമുക്ക് ചെയ്യാം. ചെറുതും വലുതും ആയിട്ടുള്ള ഫ്ലാറ്റ് റൂഫ് സിസ്റ്റത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളടത്ത് വേണ്ടടുത്ത് നമുക്ക് ഈ പർലിൻ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സീഡ് പർലിൻ എന്ന് ഉദ്ദേശിക്കുന്നത് പാനലിന് തൊട്ട് താഴെ വരുന്ന സാധനത്തിന് മെമ്പറിനെയാണ് പർലിൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഗാൽവാല്യൂം ഉപയോഗിച്ചിട്ട് ബാക്കി താഴേക്കുള്ളത് വേണമെങ്കിൽ സ്ക്വയർ ട്യൂബിൽ ചെയ്താൽ മതി. കാരണം അതില് നമ്മൾ ബോൾട്ട് ചെയ്യാനുള്ള അപ്പൊ അതുകൊണ്ട് വെള്ളം കയറാൻ ചാൻസ് കുറവുള്ള രീതിയിൽ അത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മള് ഇപ്പം ഫോളോ ചെയ്യണം. പിന്നെ അലൂമിനിയത്തിന്റെ റെയിൽസ് ഉണ്ട്. അപ്പൊ ഈ സ്ക്വയർ ട്യൂബ് ഹോൾ ചെയ്യാതെ അലൂമിനിയം റെയിലിലേക്ക് ആദ്യം പാനൽസ് അതിലേക്ക് പിടിപ്പിച്ചിട്ട് അതിന് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലും ചെയ്യുന്നവരുണ്ട്. അപ്പം സെൽഫ് അടിക്കുവാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ സെൽഫിന്റെ ലോഡ് കൂടാറുണ്ട്. നമ്മള് സെൽഫ് അടിക്കുന്നത് മിക്കവാറും 100% ഈ ടോർക്ക് റേഞ്ച് വെച്ചിട്ടല്ല സെൽഫ് ചെയ്യണേ. ഡ്രിൽ മെഷീൻ വെച്ചിട്ടാണ് സെൽഫ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ടോർക്ക് കൂടി പോവാറുണ്ട്, റേഞ്ച് ചീത്തയാവാറുണ്ട്, പാനലിന് ചില ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പം സെൽഫിന് ഈ ഒരു പോരായ്മയുണ്ട്. നമ്മളെപ്പോഴും ടോർക്ക് റേഞ്ച് വെച്ചിട്ട് പാനൽ ടൈറ്റ് ചെയ്യാം. പാനൽ ടൈറ്റ് ചെയ്യേണ്ട ടോർക്ക് എത്രയാന്നുള്ളത് പാനലിന്റെ മാനുവൽസിൽ ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ ടോർക്ക് റേഞ്ച് വെച്ചിട്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അടിയിൽ ക്വാളിറ്റി ആണെങ്കിൽ ആ ഒരു പ്രശ്നം കുറവായിരിക്കും. പക്ഷെ അത് പാനല് ഹോൾ ചെയ്യാതെ
അടിയിൽ നിന്ന് നിലവിൽ അവര് തന്നേക്കുന്ന ഡ്രില്ലിംഗ് ഹോളില് മാത്രം മൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുക. അധികം ചിലര് സെൽഫ് ബോൾട്ട് നേരിട്ട് പാനലിലേക്ക് അടിച്ച് കയറ്റുന്നവർ വരെ ഉണ്ട്. അപ്പൊ അതൊക്കെ പിന്നീട് അത് ബുദ്ധിമുട്ട് വരും. പിന്നെ സെൽഫ് അടിക്കുന്നത് കൊറോഷീൽഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്, അപ്പൊ തുരുമ്പെടുക്കില്ല. മറ്റേ സാധാരണ സെൽഫ് ബോൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 3 വർഷം കൊണ്ടൊക്കെ തുരുമ്പെടുത്ത് പോകാറുണ്ട്. ഓക്കെ, താങ്ക് യു. വേറെ ചോദ്യങ്ങളുണ്ടോ അതിനോട് ബന്ധപ്പെട്ട്? നമുക്ക് എൻ്റെ അടുത്ത പിക്ചറിലേക്ക് പോവാം. അരുൺ ഷെയർ ചെയ്യട്ടെ? അരുണിന്റെ ഗൾഫിൽ വണ്ടി നമ്പറോ? അല്ല, അരുൺ പണ്ട് ഗൾഫിൽ കോണ്ടാക്ട് ചെയ്തോണ്ടിരുന്ന നമ്പർ ആയിരുന്നത്. അത് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നമ്പർ ഇട്ടാണ് തിരിച്ചറിയാൻ. ഇതാ ഒട്ടിക്കുന്ന സാധനം, ഒട്ടിക്കുന്ന സ്ട്രക്ചറായിട്ട് ഒട്ടിക്കുന്ന ഒരു സ്ട്രക്ചറായിട്ട് ഷീറ്റിനകത്തിൽ നമ്മളെ സാധാ ഷീറ്റിനകത്തിൽ ഒട്ടിക്കാവുന്ന ഒരു സ്ട്രക്ചർ. അത് ആ കെമിക്കൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ അനാൾഡേറ്റ് കൊള്ളിക്കും. അത് ചെയ്തിട്ട് അങ്ങോട്ട് ആന വലിച്ചാലും വരത്തില്ലെന്ന് അവര് പറയാൻ. നമ്മൾ വലിച്ചു നോക്കി, പക്ഷെ വന്നില്ല. നല്ല സാധനമാണ്. അതിനേക്കാളും ഇച്ചിരി ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. മറ്റേ സാധാരണ കൂട്ടല്ല, ഇച്ചിരി ഒരു ക്ലിയറൻസ് ഉള്ള ഒരു സിസ്റ്റം. ഒരു അരയടി പൊക്കം ഇതിന് ഒരു ക്ലിയറൻസ് തന്നിട്ടുള്ള സിസ്റ്റം. ഇച്ചിരി ആണ് അടുത്ത പടം വന്നത്. ഇതാ ഇങ്ങനെയാ, ഇത് ഒട്ടിച്ചങ്ങ് വെച്ചാൽ മതി. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ആ ഒരു സർഫസ് നമ്മൾ ക്ലീൻ ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ ഇത് ചെയ്തിട്ട് ഈ സാധനം ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, അത് പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. അത് 25 years അവർ ഗ്യാരണ്ടി പറയുന്നുണ്ട്. 25 വർഷം ഗ്യാരണ്ടിയാണ്. ഓട്ടെ, ലേ ചെയ്ത പടമുണ്ട്. ഇതൊരു 300 കിലോവാട്ടിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇത് വേറെ അല്ല, ഇത് ഫ്ലാറ്റ് റൂഫിന്റെ സ്ട്രക്ചറാണ്. ഇത് അത് ലേ ചെയ്തേക്കുന്നത് ഈ ഒരു രീതിയിൽ അത് ചെയ്യും. പാനല് ഷീറ്റിനോട് പറ്റിപ്പിടിച്ച് തന്നെ ഇരിക്കും. പോട്ടെ, അടിയിൽ ആ ഒരു ഗ്യാപ്പേ കിട്ടുള്ളൂ. അതായത് എവിടാണോ നമുക്ക് വേണ്ട റെയില് ആ ഏരിയയിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി. അതായത് നിങ്ങൾ ആ മിനി റെയിൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. ആ മിനി റെയിലിന്റെ സെയിം ഇത് തന്നെ, വേറെ ഇതൊന്നുമല്ല. മറ്റേ സെൽഫിന് പകരം ഒട്ടിച്ചു വെക്കുന്നു. ലീക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. മൊത്തം അങ്ങനെ ആ രീതിയിൽ ചെയ്തേക്കുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 35 ഡിഗ്രി 38 ഡിഗ്രി സ്ലോപ്പാണ്. സംശയമൊന്നുമില്ലല്ലോ. ഇതിന്റെ എയർ ഗ്യാപ്പ് സഫിഷ്യന്റ് ആണോ? എയർ ഗ്യാപ്പ് സഫിഷ്യന്റ് ആണോ ഇതിന്? ഓ, സഫിഷ്യന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിനെ ഞാൻ മോണിറ്റർ ചെയ്യാം. ഒരു അരയടിയേ ഉള്ളൂ
അരയടി ഗ്യാപ്പേ ഉള്ളൂ അടിയിലെ. അപ്പം പിന്നെ അവിടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല കാറ്റുള്ള ഏരിയ, ഒരു കടൽ തീരമാണ്, ഒരു കടൽ തീരത്ത് റിസോർട്ടാണ്. അപ്പം കാറ്റ് ഭയങ്കരമായതുകൊണ്ട് വലിയ ടെമ്പറേച്ചർ നമ്മളങ്ങോട്ട് വലിയതായിട്ട് വരുന്നില്ല. പിന്നെ സഫിഷ്യന്റ് ആണോ നീ നോക്കണം. അത് ആക്ച്വലി അവിടെ പൊക്കി ചെയ്യാനോ അതിനെ ഡ്രില്ല് ചെയ്യാനോ ഒന്നും അവർ സമ്മതിക്കത്തില്ല. സാധാരണ രീതിയിൽ ഞങ്ങൾ വേറൊരു സ്ട്രക്ചർ സജസ്റ്റ് ചെയ്തായിരുന്നു, ഈ പറഞ്ഞേക്കുന്നത് ഇച്ചിരി കൂടെ പൊങ്ങിയതുള്ളൂ. അപ്പം അവിടുത്തെ വിൻഡ് വെലോസിറ്റി ഇച്ചിരി കൂടുതലായതുകൊണ്ട് അത് റിജക്റ്റ് ആയി. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ഇതിലോട്ട് പോയത്. കാരണം അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ ഇല്ലാത്തടത്ത് പിന്നെ നമ്മൾ പറഞ്ഞിട്ടേ കാര്യമില്ല. കാരണം ഇതിപ്പോ വലിയൊരു പ്രൊജക്ട് ആയതുകൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള ഇത് വരുന്നില്ല. കാരണം ഇതിന് ഓൾറെഡി കൺസൾട്ടന്റും മറ്റുള്ള കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. അപ്പൊ അവരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് നമുക്ക് ഇങ്ങനെ വന്നേക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞത് എന്റെ അനുഭവമാണ്, അത് വലിയ തിയററ്റിക്കലായിട്ട് ഞാൻ എന്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. ഇന്നത് കുറവ് കാണിച്ചു എന്നുള്ളത്. ഇതിപ്പോ വലിയൊരു പ്രോജക്റ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല. ഇതാണ് പറഞ്ഞത്. ഇപ്പൊ അവിടെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ചാലുവായിട്ടില്ല. എനിക്ക് ഇപ്പൊ 2-3 RPR മറ്റുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഇതൊന്നൊരു ഈ മാസം ലാസ്റ്റോട് കൂടി അത് എനർജി ആവും. മരം മോണിറ്റർ ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം അതിന്റെ എഫിഷ്യൻസി. ഞാൻ 2 ചെയ്ത് വലിയ കുഴപ്പമില്ല. ഇതൊരു അറിയാൻ പോകുന്ന ഒരു 5 വർഷം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇതൊരു അറിയാൻ പറ്റുള്ളൂ. അവർക്ക് ഷീറ്റ് ഡ്രില്ല് ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു ഇതിലോട്ട് എത്തിച്ചേർന്നത്. അതിനവര് അടിയിൽ എന്നാ ഗമ്മ യൂസ് ചെയ്യുന്ന, അതായത് തരുന്ന അഡീസീവ് അവര് തരുന്നത്. അത് മറ്റേത് നമ്മളെ മിനി റെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പം റെയിൽ അടിക്കത്തില്ലേ, റെയിൽ അടിച്ചു കഴിയുമ്പോൾ പാനലിന്റെ അടിയിലുള്ള സ്പേസ് വേക്കൻ്റാണ്. അപ്പൊ അതിന് പകരം നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ മിനി റെയിൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. അപ്പൊ 2 പാനലിന്റെ 2 പാനൽ വന്ന് കയറി 2 പാനലിനുള്ളത് സ്പേസ് കാണും. 2 പാനലിന്റെ ഫ്രെയിമിന് 40 സെന്റിമീറ്റർ. അപ്പൊ ആ 40 അപ്പൊ 100 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് 2 പാനൽ മാത്രമായിരിക്കും. 2 പാനലിൽ ഇരിക്കുന്ന നടുക്ക് അതിന്റെ ഒരു മിഡിൽ ക്ലാമ്പും വരും. അപ്പം 1 മീറ്റർ നമ്മൾ 2 മീറ്ററിന്റെ 4 മീറ്ററിന്റെ റെയിൽ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ഒരു 8 എണ്ണം മതിയായിരിക്കും ഇത് മൊത്തത്തിൽ തീർക്കാനായിട്ട്. അപ്പൊ ആ ഒരു സെയിം മിനി റെയിലിന്റെ മാതിരി തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ ഈ സ്ട്രക്ചർ ഒരുപാട് സ്ട്രക്ചർ ഇപ്പം വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. ഒരുപാട് സ്ട്രക്ചർ, പലതരം സ്ട്രക്ചർ വന്നിട്ടുണ്ട്. റോഡിന്റെ ഇടയ്ക്ക് വെക്കുന്നത്, വീടിന്റെ ഉണ്ടാക്കി വെക്കുന്നത്, ഒട്ടിക്കുന്നത്. നമ്മൾ പൊതുവെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പൊതുവെ അങ്ങനെ വരുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് വരുമ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ ഫാബ്രിക്കേറ്ററെ വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്തെടുക്കുക ചെയ്യാറ്. ഞാനങ്ങനെ പൊതുവെ മേടിക്കാറില്ല. മേടിച്ചാൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മിനി റെയിലോ അല്ലെ മറ്റേ ഡി റെയിലോ സി ചാനലോ അതൊക്കെ മേടിക്കൂ. മറ്റേ സ്ട്രക്ചർ ഒന്നും മേടിക്കാനധികം ഇത്. പിന്നെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു. ട്രയാങ്കിൾ അതായത് ഒരു ഷീറ്റിന്റെ മണ്ടയ്ക്ക് വെക്കുന്നതാണ്. അതായത് ഷീറ്റിന്റെ മണ്ടയ്ക്ക് നമ്മളെ 2 സെൽഫ് ത്രെഡ് സ്ക്രൂ ഈ ഷീറ്റും അവരുടെ ആ ഒരു പർലിങ്ങും തമ്മിൽ, അതായത് പർലിങ്ങും തമ്മിൽ ഇത് ചെയ്ത് വെക്കും, സ്ക്രൂ ചെയ്ത് വെക്കും. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഷീറ്റിന്റെ ഇടയിലത്തെ ആ 2 സ്ക്രൂ ഇളക്കി മാറ്റിയിട്ട് ഷീറ്റിന്റെ ഇടയിൽ ഈ പറഞ്ഞ ട്രയാങ്കിളിന്റെ ബേസ് വെക്കും. എന്നിട്ട് ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോളിൽ തന്നെ നമ്മളൊരു വലിയ സെൽഫ് ത്രെഡ് സ്ക്രൂ അടിച്ച് കയറ്റി വെക്കും. കാരണം നേരത്തെ അടിച്ചത് ചെറുതാണെങ്കിൽ അതിന്റെ വലിയ സൈസ് നമ്മൾ അടിച്ച് കയറ്റി വെച്ചിട്ട് അതിനെ ഒരു കറക്റ്റ് ഒരു ട്രയാങ്കിൾ മാതിരി തന്നെ ഇരിക്കും. ഷീറ്റിന്റെ മണ്ടയ്ക്ക് ഒരു ട്രയാങ്കിൾ. അപ്പം ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റിൽ നിന്ന് ഗ്യാപ്പ് കാണും. ഏകദേശം ഒരു 1/2 മീറ്റർ ഗ്യാപ്പ് പൊങ്ങിയിരിക്കും ട്രയാങ്കിൾ. അങ്ങനെയാണ് വരുന്നത്. ട്രയാങ്കിൾ സ്ട്രക്ചർ വരുന്നത് അങ്ങനെയാണ്. അണ്ണൻ ചേട്ടൻ ആയുധം എടുക്കണോ? അല്ല, ഞാൻ ട്രയാങ്കിൾ നോക്കിയതാ. ട്രയാങ്കിൾ നോക്കണോ? ആയുധപ്പുരയിൽ ഒരുപാട് ശേഖരം ഉണ്ടല്ലോ. ട്രയാങ്കിൾ സ്ട്രക്ചർ ഒരു ഫെയിലിയർ ആക്ച്വലി. അതെ, ബലമില്ല. അത് മാത്രല്ല അത് സാഗിയും പാനലേ സാഗിയും ഒരു വൃത്തിയുടെ സാധനമാണ്. കാരണം അതിന്റെ
പാനലിന്റെ താഴത്ത് 2 മീറ്റർ ഗ്യാപ്പിലാണ് സ്ട്രക്ചർ വരുന്നത്, സപ്പോർട്ട് വരുന്നത്. പാനല് റാ പോലെ വളയും. അല്ല, ഇത് ഈ ഒരു രീതിയിലല്ല നമുക്ക് വരുന്ന വേറൊരു ട്രയാങ്കിൾ വരുന്നുണ്ട്. അതായത് ഈ ട്രയാങ്കിൾ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ഈ ട്രയാങ്കിളിൽ കൂടെ നമുക്ക് റെയിൽ ഓടിക്കും, ഡി റെയിൽ ഓടിക്കും. എന്നിട്ട് ആ ഡി റെയില് ഇത് പോർട്രേറ്റ് ആയിട്ട് വെക്കും. പക്ഷെ അപ്പൊ പിന്നെയും കോസ്റ്റ് കൂടില്ല. കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും, കോസ്റ്റ് ഭയങ്കര കൂടുതൽ വരും. ഇപ്പൊ എല്ലാം കോസ്റ്റ് വെച്ചിട്ട് ഈ ട്രയാങ്കിൾ ഒന്നും ഇല്ല. ഇപ്പൊ നമ്മൾ തന്നെ ട്രയാങ്കിളും സ്ക്വയറും ഒക്കെ നമ്മൾ തന്നെ അടിക്കും. ഇപ്പൊ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഇപ്പൊ ആരും അങ്ങനെ ട്രയാങ്കിളോ റെഡിമെയ്ഡ് സ്ട്രക്ചറിലൊക്കെ അലൂമിനിയത്തിന് വില കൂടി, കോപ്പറിന് വില കൂടി, പ്ലാസ്റ്റിക്കിന് വില കൂടി, എല്ലാത്തിനും വില കൂടി. ഇപ്പൊ ട്രയാങ്കിളും സ്ക്വയറും ഒന്നും ഇല്ല. ഇനിയും പെരപ്പുറത്ത് കയറ് കെട്ടി വെക്കേണ്ട അവസ്ഥ വരും. പ്ലാസ്റ്റിക്കിന്റെ വകുപ്പിൽ പറഞ്ഞോണ്ട് അതിനും വില കൂടിയിട്ടുണ്ട്. എല്ലാത്തിനും വില കൂടി, പൈപ്പിന്, പ്ലാസ്റ്റിക്കിന്, എല്ലാത്തിനും വില കൂടി. ഈ സെല്ല് പെയിന്റിങ് വല്ലതും ഉടനെ വരാൻ സാധ്യതയുണ്ടോ? അപ്പൊ ഇനിയിപ്പോ കൊറോണ പ്രമാണിക്ക് ഇനി അത് വരും. നമ്മൾ വീട്ടിലിരുന്ന് എല്ലാവർക്കും പെയിന്റ് അടിച്ചാൽ മതി. ഇനി അതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ, ബാക്കിയെല്ലാം പെയിന്റ് വരുമെന്ന് ഇങ്ങനെ പറയുന്നു. കേരളത്തിൽ കൊണ്ടുവരുമെന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറയുന്നു. കേരളത്തിൽ ഇങ്ങനെ പെയിന്റ് കൊണ്ടുവരണമെന്ന് ഇങ്ങനെ പറയുന്നു. അതാകുമ്പോ ഇനിയിപ്പോ എളുപ്പമാണ്, മണ്ടയ്ക്കൊന്നും കയറണം, വീടിന് ചുറ്റും പെയിന്റ് അടിച്ചാൽ മതി. ഇനിയിപ്പോ ഈ മീറ്ററിങ്ങും എല്ലാം കൂടെ വന്നിട്ട് മിക്കവാറും എനിക്ക് തോന്നുന്നു ഗ്രോസ് മീറ്ററിങ്ങും എല്ലാം കൂടെ വന്നിട്ട് ഇപ്പൊ മിക്കവാറും സോളാറുകാരെല്ലാം കൂടെ വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. പഠിച്ചിരിക്കണല്ലോ, പെയിന്റിങ് പഠിച്ചിരിക്കണല്ലോ, സോളാർ അല്ലെങ്കിലും ജീവിക്കാലോ. പണ്ടേ അങ്ങ് ഒഴിക്കുവാ മറ്റേ ടാർ ഇടുന്നോട്ടെ. അതാകുമ്പോ ആർക്ക് വേണേലും ഇനിയിപ്പോ സോളാർ ടെക്നീഷ്യൻ ഒന്നും ട്രെയിനിങ് ഒന്നും കാണത്തില്ല. ഇനിയിപ്പോ പെയിന്റർ ഒക്കെ ആയിരിക്കും. കാരണം ചേട്ടൻ പുതിയൊരു, ഞാൻ പറഞ്ഞിട്ട് പുതിയൊരു മേഖലയും കൂടെ തുടങ്ങിക്കോ. പണ്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കും, പെയിന്റിങ് പഠിച്ചു കൊടുക്കും. പെയിന്റ് വന്നു കഴിഞ്ഞാൽ എളുപ്പമല്ലേ, എല്ലാ കാറിനും ഇലക്ട്രിക് കാറിനെല്ലാം ആ പെയിന്റ് അങ്ങ് ആക്കിയാ പോലെ. പെയിന്റ് നിലവിലുള്ളതാണ്, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എനിക്ക് പേറ്റന്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അത് നമ്മുടെ എന്റെ ഒരു സാറാണ്, പുള്ളിക്കാരൻ ഇങ്ങനെ അത് കൊണ്ടുവരുന്ന കാര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞു. ഇപ്പൊ മെർലിൻ പാനൽ വന്നിട്ട് ഇപ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ പെയിന്റ് എങ്ങനെ അഫോർഡ് ചെയ്യുന്നുള്ള കാര്യത്തിലാണ് എനിക്ക് തോന്നുന്നത്. മെർലിൻ പാനൽ വന്നിട്ട് എടുക്കാൻ പറ്റുന്നില്ല. തോട്ട ഇപ്പം പെർക്ക് വന്നു. ഇപ്പൊ ഏത് പാനലാണ് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മാർക്കറ്റ് ഇപ്പം കുറഞ്ഞോണ്ടിരിക്കുക. കാരണം KCB 25,000 രൂപയ്ക്ക് 1 കിലോ വാട്ട് വെച്ച് കൊടുക്കും, 75,000 രൂപയ്ക്ക് 3 കിലോ വാട്ട് വെക്കും. ആ സ്ഥാനത്ത് നമ്മൾ വെയിറ്റും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാരും ഓടിക്കും. ഇപ്പം തന്നെ 75,000 രൂപയുടെ സോളാറിനെ പറ്റി ഇല്ലാത്ത കള്ളം പറഞ്ഞിട്ടാ ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഇനിയും പെയിന്റ് കൊണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പറയും ഇയാൾ കൊണ്ട് ഇയാളുടെ വീട്ടിലടിച്ചോളാൻ പറയും. ഇപ്പം പെയിന്റും പറയാൻ പറ്റത്തില്ല, ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. ചെല്ലുക, കസ്റ്റമർ എന്താണോ പറയുന്നത് വെച്ചങ്ങ് കൊടുക്കുക. കാരണം ഇപ്പം 100 പേര് വരും, ഒരു കസ്റ്റമറിന്റെ പുറകെ 100 പേര് കാണും. ആ 100 പേരുടെ പുറകെ വേണം കോമ്പറ്റേറ്റ് ചെയ്ത് പോകാനായിട്ട്. മാത്രമല്ല ഇപ്പൊ എല്ലാവരും കൊമേഴ്ഷ്യൽ എല്ലാം നിർത്തിക്കൊണ്ട് ഇപ്പൊ മൊത്തം ഇതിന്റെ പുറകെയാണ്, ഇപ്പൊ റെസിഡൻഷ്യലിന്റെ പുറകെയാണ് ഓട്ടം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പരിപാടി നടക്കുമോ? ഈ 25,000-നൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ? ഹൈവ്, അതുപോലെ ചെന്നൈയിലെ കമ്പനിക്ക്, കോയമ്പത്തൂർ കമ്പനിക്കൊക്കെ വിക്രമിന്റെ സോളാർ, പോളിഗ്യാബ് ഇൻവെർട്ടർ ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഈ പറഞ്ഞ അവര് പറഞ്ഞ ലെവൽ 2 പ്രകാരമുള്ള ഫിഗറിന് അവർക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ നാട്ടില് വർക്ക് കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും എങ്ങനെ വന്നാലും അതിൽ മെച്ചത്തിൽ നടക്കുമോ? അതോ നടക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമ്മള് എനിക്ക് മനസ്സിലായില്ല, ക്ലിയർ ആയില്ല, കറക്റ്റ് ആയില്ല. അല്ല, ഇപ്പോ എന്താ പറയാ, സബ്സിഡി അടക്കം 25,000 അതിന് നിസ്സാര എമൗണ്ടിന് 3 കിലോ വാട്ടിന് ചെയ്യാന്ന് പറയുന്നുണ്ട്. പിന്നെ എമൗണ്ടിന് അവർക്ക് കമ്പനിക്കാണെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതോ ഇത് വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങനെ മാർക്കറ്റ് ആ കമ്പനിയിൽ അതിനകത്തിലൊരു 3 മെഗാവാട്ട് മെറ്റീരിയൽ ലിസ്റ്റ് എടുത്തു കൊടുത്തത് ഞാനായിരുന്നു. അതിന്റെ ചെറിയൊരു ഇത് ഞാനും എടുത്തു കൊടുത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റാഴിയൊന്നുമില്ല. കാരണം 1000 ഇൻവെർട്ടർ ആയിരിക്കും, 1000 അല്ലെങ്കിൽ ഒരു 10,000 ഇൻവെർട്ടർ ആയിരിക്കും ഒറ്റയടിക്ക് ഓർഡർ ചെയ്യുന്നത്. നമ്മളൊരു 20,000 രൂപയ്ക്ക് എടുക്കുന്ന ഇൻവെർട്ടറിന്റെ റേറ്റ് എത്ര താഴെ പോകുന്നു നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ. ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് വരുമ്പോഴത്തേക്കിന് റേറ്റ് താരതമ്യേന കുറയും. അതാണ് സംഭവിക്കുന്നത്.
ഇനി ഈ പറഞ്ഞേക്കുന്ന ചെയ്യുന്നതിനകത്തിൽ ഇതിപ്പം ഇംപ്ലിമെന്റ് ആയി തുടങ്ങിയല്ലോ. ഇതിനകത്തിൽ ബൾക്ക് പർച്ചേസിൽ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ 3 കിലോവാട്ട് മാത്രം പർച്ചേസ് ചെയ്യുമ്പോഴും 5 കിലോവാട്ട് മാത്രം പർച്ചേസ് ചെയ്യുമ്പോഴും ഉള്ള പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞത്. അല്ലാതെ വരുമ്പോഴത്തേക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് പ്രൈവറ്റ് സെക്ടറിൽ ഉള്ളത് ഒരു പോളിപ്പർക്ക് മോണോപ്പർക്ക് വെച്ച് കിലോവാട്ടോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഇന്ന് മാർക്കറ്റിൽ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്ന 1,36,000 രൂപയ്ക്കാണ്. ഏറ്റവും 1,36,000 രൂപയ്ക്കാണ് ഏതോ ഒരു ബിസിനസ് മാഗ്നറ്റ്, കുറച്ചുകൂടെ കഴിയുമ്പോൾ മാർക്കറ്റ് ആവുമെന്ന് എന്തോ എനിക്കറിയില്ല, ഒരു വിറ്റുകൊണ്ടിരിക്കുന്നത് വലിയൊരു 1,34,000 രൂപയ്ക്കാണ് 3 കിലോ വാട്ടിന്റെ പ്രൈസ് വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമറിന്റെ അടുക്ക വിളിച്ച് ക്ലോസ് ചെയ്യുന്ന പ്രൈസ് ആണെങ്കിൽ 1,34,000 രൂപയ്ക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു മെറ്റീരിയൽ കിട്ടുന്നില്ല. അതാണ് ഇന്നിപ്പോ മാർക്കറ്റിലുള്ള റേറ്റ്. അതിന്റെ ഇടയ്ക്കാണ് നമ്മളിപ്പോ മാർക്കറ്റ് മൊത്തത്തിൽ ഈ പറഞ്ഞ പ്രൈസിന്റെ കാര്യത്തിൽ നല്ലൊരു ഇത് നടന്നുകൊണ്ടിരിക്കുക. റിയാലിറ്റി നമ്മൾ പിന്നെ ഈ പറഞ്ഞേക്കുന്ന ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ എല്ലാം എണ്ണം കുറഞ്ഞു. കാരണം NRIs എല്ലാം എല്ലാരും തിരിച്ചു വന്നു. പിന്നെ ബുദ്ധിയുള്ളവരെല്ലാം ആദ്യമേ വെച്ചുപോയി. ഇനി ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അവർ ഈ പറഞ്ഞ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇത് വർക്ക് കണ്ടവനെ നടക്കുന്നുണ്ട്. നല്ല പൊട്ടൻഷ്യൽ ആയിരുന്നു, നല്ല രീതിയിലൊരു ബൂമുണ്ട്. KCB വന്നതൊന്നും വലുതായിട്ട് ബാധിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഇന്ന് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഈ നിമിഷം വരെ ആർക്കും ബാധിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇനിയും ബാധിക്കുമോ ഇല്ലയോ എന്ന് നാളെ അറിയാം. നാളെ രാവിലെ വന്നിട്ട് ഇനിയും ഫ്രീ ആയിട്ട് ഇത് വെച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അതിന്റെ പുറകെ പോകും. പിന്നെ ആകെപ്പാടുള്ളൊരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സോളാറുകാരെല്ലാവരും മെയിൻ്റെനൻസ് പഠിച്ചു കൊടുക്കും. ഇതിന്റെ എല്ലാം മെയിൻ്റെനൻസ് വരും. ഞാൻ ലീവ് ചെയ്യാണ്. ഞാനും പോവാ. ഓക്കെ, ടൈമായി. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. അവരുടെ കമന്റ്സ് ഒന്ന് കേട്ടാലോ? നിങ്ങൾ അതിന്റെ കമന്റ് ഒന്ന് പറഞ്ഞേക്കാമോ? അരുൺ സാറിനും രാഹുൽ സാറിനും വളരെ നന്ദി നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്. മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പല എക്സ്പീരിയൻസുകളും ഷെയർ ചെയ്തപ്പോൾ അത് വലിയൊരു അനുഭവമായി. താങ്ക് യു വെരി മച്ച്. എനിക്ക് തന്നെ പറയാനുള്ളൂ, അരുൺ സാറിന്റെയും രാഹുൽ സാറിന്റെയും എന്താ പറയാ, നമുക്ക് ഡേ ടു ഡേ എക്സ്പീരിയൻസ് ചെയ്യുന്ന അനുഭവങ്ങളാണ്. അത് കാരണം തന്നെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ആ ക്ലാസ്. താങ്ക് യു. തീർച്ചയായും നല്ല ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് ടെൻഷൻ അടിക്കാതിരിക്കാനുള്ള കുറെ കാര്യങ്ങൾ നൽകി. അപ്പോൾ അരുണിന്റെ എക്സ്പീരിയൻസും അതുപോലെ രാഹുൽ സാറിന്റെ എക്സ്പീരിയൻസ് ഒക്കെ വളരെ അവര് തുറന്ന് പറഞ്ഞു. അതിനെല്ലാത്തിനും ഞങ്ങളെല്ലാവരും താങ്ക്സ് പറയുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി.